ഉസ്താദ് മുഹമ്മദ് ഷാഫി നിസാമി യമാനി കരിപ്പൂർ അവർകളെ ആദരവോടെ സ്നേഹത്തോടെ ഈ പരിപാടിയുടെ മുഖ്യ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി അധ്യക്ഷാനുവാദത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله وسلم على سيدنا محمد وعلى آله وصحبه وتباعه إلى يوم الدين. أما بعد. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر. كلا سوف تعلمون ثم كلا سوف تعلمون. صدق الله العلي العظيم. وقال نبينا مصطفى محمد صلى الله عليه وسلم: أوصيكم بالشباب خيرا فإنهم أرق أفئدة. إن الله بعثني بشيرا ونذيرا فحالفني الشباب وخالفني الشيوخ. صدق شفيعنا محمد صلى الله عليه وسلم. يا رب إن عظمت ذنوبي كثرة فلقد علمت بأن عفوك أعظم. إن كان لا يرجوك إلا محسن فبمن يلوذ ويستجير المجرم. أدعوك ربي كما أمرت تضرعا فإذا رددت يدي فمن ذا يرحم. وعلى أمة سيدنا محمد صلى الله عليه وسلم. ആദരണീയരായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ മഹലിൻ്റെ കരുത്തനായ സെക്രട്ടറി KT അബ്ദുറഹ്മാൻ, ഉദ്ഘാടനം നിർവഹിച്ച
പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുസ്സലാം ലത്തീഫി, വേദിയിലിരിക്കുന്ന ഈ മഹലിന്റെ ഖത്തീബ് ബാദുഷാ യമാനി, അതേപോലെ പ്രാർത്ഥന നിർവഹിച്ച ഹക്കീം ഫൈസി, ആബിദ് കൈവേലി, ഇ പി മുഹമ്മദ് കുട്ടി, ഇ പി സിദ്ദീഖ്, അബ്ദുൾ റസാഖ് ദാരിമി, എൻ കെ മുഹമ്മദ്, മുഹമ്മദ് അലി എരഞ്ഞിക്കൽ, കെ ടി ഷംസീർ, കെ ടി മുഹമ്മദ് ഹാജി, ഇ സി താജുദ്ദീൻ, അതേപോലെ വേദിയിലും സദസ്സിലുമുള്ള പൗരപ്രമുഖർ, പ്രിയപ്പെട്ട കാരണവന്മാർ, ഇസ്ലാമിക സമൂഹത്തിന്റെ ചാലക ശക്തികളായ ഈ നാടിന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവചേതനകൾ, സ്നേഹനിധികളായ ഉമ്മ പെങ്ങന്മാർ, എൻ്റെ കൊച്ചു അനിയന്മാർ, അനിയത്തിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ ഉദ്യമം അവന് ഇഷ്ടപ്പെട്ട അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ പൂർവ്വസൂരികൾ, നമുക്ക് മുന്നേ നടന്നവർ, ഈ സംവിധാനങ്ങൾ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്ന നമ്മുടെ മുൻ തലമുറ, അല്ലാഹു തആല ഇതിന്റെ ഒക്കെ മിസ്ല സവാബ് അവരുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ കണ്ട് സന്തോഷിക്കാൻ ഖബറിൽ അല്ലാഹുവിന്റെ വിശുദ്ധ സ്വർഗ്ഗത്തിന്റെ അത്യാഡംബരങ്ങൾ ആസ്വദിക്കാൻ അല്ലാഹു അവർക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒരുപാട് കാലുഷ്യങ്ങൾക്കിടയിലൂടെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ ലോകം കടന്നുപോകുന്ന, ലോകത്തിന്റെ യാത്രാപഥം എങ്ങോട്ടെന്നറിയാതെ ആധുനിക ലോകത്തെ പുതിയ കാല മനുഷ്യന്റെ ചിന്താധാരകളും അവന്റെ ലക്ഷ്യങ്ങളും അവന്റെ വഴികളും ഏതെന്ന് അവനവന് പോലും പിടുത്തമില്ലാതെ ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന, ഒഴുക്കിൽ ഒഴുകിപ്പോകുന്ന ചപ്പുചവറുകളെ പോലെ മാനവൻ അധർമ്മത്തിന്റെയും മൂല്യനിരാസത്തിന്റെയും തിന്മകളുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് ഈയാമ്പാറ്റകൾ കണക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാസുര കാലത്താണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെയാണ് ആധുനിക യൗവനത്തെക്കുറിച്ച് നമ്മൾ ചില വിചാരപ്പെടലുകൾക്ക് ഇവിടെ ഇങ്ങനെ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മളൊക്കെ ഈ വിഷയം പലപ്പോഴായി നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിലൂടെ കടന്നുപോകുന്ന മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക്, ഇന്റർനെറ്റിന്റെ മറ്റു മായിക ലോകത്തേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന സമയം. കൊലപാതകങ്ങൾ, മദ്യപാനം, ലഹരി, ലോകത്ത് ചിന്തിക്കാൻ പോലും ആവാത്ത ക്രൂരകൃത്യങ്ങൾ ഓരോ നിമിഷങ്ങളിലും നടമാടിക്കൊണ്ടിരിക്കുകയും അതിന്റെ വാർത്തകൾ വായിക്കേണ്ടിയിരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു സാഹചര്യം നമ്മുടെ കൺമുന്നിലുണ്ട്. ഇതിന്റെ പിന്നിൽ ഈ രാജ്യത്തിന്റെ, ഈ ലോകത്തിന്റെ വരും കാലത്തെ സ്വപ്നങ്ങളാവേണ്ട, ഇവിടെ സ്വർഗം തീർക്കേണ്ട, ഇവിടെ വസന്തം തീർക്കേണ്ട യൗവനങ്ങൾ എല്ലാം നശിപ്പിക്കപ്പെട്ടുകൊണ്ട് ചോദ്യചിഹ്നമായി മാറുന്ന കാലഘട്ടം. ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം യുവാക്കളാണ്. പറയപ്പെടുന്നുണ്ട് ഈ വരുന്ന നൂറ്റാണ്ട്, ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന 21-ാം നൂറ്റാണ്ട് ഇന്ത്യയുടെയും ആഫ്രിക്കയുടെയും നൂറ്റാണ്ടാണെന്ന് പറയാറുണ്ട്. അമേരിക്കയോ ജപ്പാനോ യൂറോപ്യൻ രാജ്യങ്ങളോ അല്ല ലോകത്തെ ഇനി ഭരിക്കാൻ പോകുന്നത്. ലോകം 3-ാം ലോക രാജ്യങ്ങൾ എന്ന് പറഞ്ഞു തള്ളിയ ഇന്ത്യയും അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഒന്നും ആർക്കും അറിയാത്ത ഒരുപാട് രാജ്യങ്ങളും ലോകത്തിന്റെ നെറുകയിൽ വരുന്നൊരു കാലമാണ് 21-ാം നൂറ്റാണ്ടെന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം ലോകത്ത് മറ്റു രാജ്യങ്ങളൊക്കെ ഉന്നതമായ ശ്രേണിയിലെത്തിയ ജപ്പാൻ, അമേരിക്ക പോലെയുള്ള യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും പോലെയുള്ള രാജ്യങ്ങളൊക്കെ പ്രായമായി കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. അവിടുത്തെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനം ആളുകളും പ്രായമായവരാണ്, സീനിയർ സിറ്റിസൺസിന്റെ രാജ്യങ്ങളാണ്. എന്നാൽ ഇന്ത്യയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരുപാട് രാജ്യങ്ങളും യുവാക്കളുടെ രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലോകം ഇനി ഭരിക്കുന്നത് യുവാക്കളുടെ രാജ്യങ്ങളായ ഈ രാജ്യങ്ങളാണെന്ന് ഒരുപാട് മേഖലകളിലെ പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. യുവത്വം എന്ന് പറഞ്ഞാൽ
മനുഷ്യകുലത്തിന്റെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം, ജീവിതത്തിന്റെ നിറവസന്തമാണ് യൗവനം. എന്തിനും ഏതിനും കഴിയുന്ന വല്ലാത്ത ഒരു കാലഘട്ടം. ലോകത്ത് മാറ്റങ്ങൾക്ക് മുഴുവനും കാരണഭൂതരായത് യുവത്വങ്ങളാണ്. ലോകത്തെ എല്ലാ മാറ്റങ്ങളുടെയും പരിണാമങ്ങളുടെയും എല്ലാത്തിന്റെയും കൊടിപിടിച്ചവർ, ധ്വജവാഹകരായവർ യുവത്വമാണ്. ലോകത്ത് കടന്നുപോയ സാമ്രാജ്യങ്ങൾ യുവത്വത്തിലൂടെയാണ് സാമ്രാജ്യങ്ങളെ കെട്ടിപ്പടുത്തത്. ലോകത്ത് ചരിത്രം തീർത്തവരൊക്കെ യുവത്വത്തിലൂടെയാണ് ചരിത്രം തീർത്തുപോയത്. യൗവനം അത് വല്ലാത്ത ഒരു കാലമാണ്. ലോകത്തെ വിറപ്പിച്ച ലോകത്തെ ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കോടാനുകോടി മനുഷ്യരെ കൊന്നുതള്ളാൻ കാരണക്കാരനായ ലോകത്തൊരു ഭരണാധികാരി ഒരിക്കലും അങ്ങനെ ജനിക്കാതിരിക്കട്ടെ എന്ന് ലോകം മോഹിക്കുന്ന ജർമ്മനിയുടെ ഫ്യൂററായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ, ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന അഡോൾഫ് ഹിറ്റ്ലർ, അയാൾ ആവശ്യപ്പെട്ടത്, ജർമ്മനിക്കാരോട് ആവശ്യപ്പെട്ടത്, നിങ്ങളുടെ മക്കളെ എനിക്ക് തരൂ, നിങ്ങളുടെ യൗവനങ്ങളെ, ജർമ്മൻ യൗവനങ്ങളെ എനിക്ക് തരൂ. ഞാൻ നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും സമ്പന്നമായ, ലോകത്തെ ഏറ്റവും സൈനിക ശക്തിയുള്ള, ലോകത്ത് ആരാലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാമ്രാജ്യം പടുത്തുയർത്തി തരാമെന്നാണ് അയാൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അയാൾക്ക് ലോകം കണ്ട ഏറ്റവും ഭീതിതമായ, ലോകം ചരിത്രം ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഹോളോകോസ്റ്റിന്റെ കാലഘട്ടം തീർക്കാൻ കഴിഞ്ഞത് ജർമ്മൻ യുവത്വത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് വളർത്താൻ കഴിഞ്ഞപ്പോഴാണ്. ലോകത്തെ മാറ്റങ്ങൾക്ക് മുഴുവനും കാരണമായത് യുവചേതനയാണ്, യുവശക്തിയാണ്. ഈ ശക്തി നന്മയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ലോകത്തെ സ്വർഗമാക്കാൻ കഴിയുന്നു. ഈ യൗവനം തിന്മയുടെ വഴിത്താരകളിലൂടെ, അധർമ്മത്തിന്റെ മൂല്യനിരാസത്തിന്റെ ലോകത്തൂടെ കടന്നു പോകുമ്പോ രാജ്യം രോഗാതുരമാവുകയാണ്, ലോകം രോഗാതുരമാവുകയാണ്, മനുഷ്യന്റെ ഭാവി ഇരുളടയുകയാണ്. മുന്നോട്ടുള്ള ഗമനത്തിന് എന്താണ് വെളിച്ചക്കീറന്ന് ലോകം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ യൗവനങ്ങൾ തിന്മയുടെ വല്ലാത്ത ഭീതിതമായ തമോഗർത്തത്തിലേക്ക് ആപതിച്ചു കൊണ്ടിരിക്കുന്ന കാലം. ലഹരിയുടെ ലോകം, ലിബറൈസേഷന്റെ ലോകം, ഫ്രീ സെക്സിന്റെ ലോകം, തിന്മകളുടെ ലോകം. എങ്ങനെയായാലും സുഖിച്ചാൽ മതി എന്ന് മാത്രം ചിന്തിക്കുകയും ഒരു മെറ്റീരിയലിസ്റ്റിക് ചിന്തയുടെ ലോകത്തോടെ ഈ ലോകത്തുകൂടെ മനുഷ്യൻ മാനവനെ മറന്നു പോവുകയും അതിന്റെ തൽഫലമായി നമ്മൾ വായിക്കേണ്ടി വരികയും ചെയ്യുന്ന ഭീകരമായ വാർത്തകൾ. ലോകത്തെ മാറ്റാൻ കഴിയുക യുവജനങ്ങൾക്കാണ്. ലോകത്തിന് മുന്നോട്ടുള്ള വഴിവെട്ടാൻ കഴിയുന്നത് യുവത്വത്തിനാണ്. മനുഷ്യന്റെ മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം അല്ലാഹു നാളെ സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറ ലോകത്ത് വെച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, അൻ ശബാബിഹി ഫീമ അബ്ലാ. യൗവനം എങ്ങനെയാണ് ഉരുകിത്തീർന്നതെന്ന്, നിന്റെ യൗവനം എങ്ങനെയാണ് അലിഞ്ഞില്ലാതായി തീർന്നതെന്ന് ലോകത്ത് മാറ്റം വരുത്താൻ വന്നവൻ ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വാഗ്ദാനങ്ങളും നൽകുന്നത്, നാളെയുടെ വിജയത്തിന്റെ അടിസ്ഥാനമായി അല്ലാഹു പറയുന്നത് ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. സത്യവിശ്വാസികളായ ആളുകൾ, യഥാർത്ഥ വിശ്വാസത്തിന്റെ ആളുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ. നമ്മൾ ഇവിടെ കർമ്മം ചെയ്യാൻ വന്നവരാണ്, കർമ്മം കൊണ്ട് ലോകത്തെ സ്വർഗമാക്കാൻ വന്നവരാണ്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ളത് വിതക്കാനുള്ള ഭൂമികയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിതക്കാനുള്ളതാണ്. കൊയ്യാനുള്ള ഒരു ലോകം വരാനുണ്ട്. ഇവിടെ വിതച്ചവർക്ക് മാത്രമേ കൊയ്യാൻ കഴിയുകയുള്ളൂ. എല്ലാം കൊയ്തെടുക്കേണ്ട ഒരു ദിനം വരാനുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട ലോകമാണ്. അതിന് ഏറ്റവും അനുയോജ്യമായ കാലം എന്റെ പ്രിയപ്പെട്ടവരെ, എന്നോടും എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടും പറയുകയാണ്, നമ്മുടെ ഈ ജീവിതത്തിന്റെ സമയമാണ്. എത്ര പണിയെടുത്താലും ക്ഷീണിക്കാത്ത, എന്ത് ചിന്തിച്ചാലും കൊണ്ടുവരാൻ കഴിയുന്ന, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന
ഏത് വൈതരണികളും ചാടിക്കടക്കാൻ കഴിയുന്ന, ഏത് ഗിരിശൃംഗങ്ങളും കീഴ്പ്പെടുത്താൻ കഴിയുന്ന, മനസ്സും ശരീരവും ഒരുപോലെ ചലിക്കുന്ന ഒരു കാലം, മനുഷ്യൻ ഏറ്റവും വലിയ വൈബ്രന്റായ കാലം, സ്വപ്നങ്ങൾ പൂക്കുന്ന കാലം, സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടി എന്ത് തരത്തിലുള്ള സാഹസങ്ങൾക്കും മുതിരുന്ന കാലം. ആ യുവത്വത്തിലൂടെയാണ് ലോകം മാറിയത്. അഷ്റഫായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഊസീകും ബിശ്ശബാബി ഖൈറാ. യുവത്വത്തിനോട് ഞാൻ നന്മ ഉപദേശിക്കുകയാണ്, യുവാക്കളോട് ഞാൻ നന്മ ഉപദേശിക്കുകയാണ്. ഫഇന്നഹും അറഖു അഫ്ഇദ, അവർ ലോലഹൃദയരാണ്, എന്തിനും ഏതിനും വശംവദരാകുന്നവരാണ്, അനുകരിക്കുന്നവരാണ്, എന്തിനും ഇറങ്ങി പുറപ്പെടുന്നവരാണ്. അവരോട് ഞാൻ നന്മ കൽപ്പിക്കുകയാണ്. എന്താണ് യുവാക്കൾ ലോകത്ത് വരുത്തിയ മാറ്റമെന്നറിയുമോ? ഇന്നല്ലാഹ ബഅസനീ ബശീറൻ വനദീറാ. എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് സന്തോഷ വാർത്ത അറിയിക്കാൻ, ലോകത്തെ നന്മയെക്കുറിച്ച്, നന്മ ചെയ്യുന്നവർക്ക് വിജയമുണ്ടെന്ന് പറയാൻ സന്തോഷ വാർത്ത അറിയിക്കാൻ അയച്ചപ്പോൾ എന്നെ ലോകത്തിന് താക്കീത് നൽകാൻ, തിന്മയുടെ ഉപാസകർക്ക് താക്കീത് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചുവല്ലോ. ഫഹാലഫനി അശ്ശബാബ്, ആ കാലഘട്ടത്തിൽ എനിക്ക് സത്യം തീർന്നത്, എന്റെ കൈ പിടിച്ചത്, എനിക്ക് കരുത്ത് പകർന്നത്, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം തന്നത്, എന്റെ വഴികൾ സുഗമമാക്കിയത്, ഇസ്ലാമിന്റെ വഴിത്താരകൾ സുഗമമാക്കിയത്, ലോകത്തോളം ഇസ്ലാം വളർത്താൻ എനിക്ക് സഹായം തന്നത് അശ്ശബാബ്, ഈ ഉമ്മത്തിലെ യുവാക്കളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബറിലൂടെയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിലൂടെയാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളിലൂടെയാണ്, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളിലൂടെയാണ്, മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിലൂടെയാണ്, ത്വൽഹ റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത യുവാക്കൾ അവരുടെ യൗവനം ഇസ്ലാമിന് വേണ്ടി പകർന്നു കൊടുത്തപ്പോഴാണ്, അവര് മുന്നിൽ നടന്നപ്പോഴാണ്, അവര് വഴിവെട്ടി തെളിച്ചപ്പോഴാണ് ഇസ്ലാം ലോകത്തെ മുഴുവൻ ജയിച്ചടക്കിയത് എന്ന് ഫഖാലഫനി അശ്ശയൂഖ്, എന്നോട് ആദ്യമായി എതിര് പ്രഖ്യാപിച്ചത്, എന്നെ വഴിത്താരകളിൽ കല്ലും മുള്ളും വിതറിയത്, എന്നെ വിഷമിപ്പിച്ചത്, എന്നെ കഷ്ടപ്പെടുത്തിയത് ഈ ഉമ്മത്തിലെ കാരണവന്മാരാണ്, പ്രായം ചെന്നവരാണ്. ആദ്യമായി ഹബീബിന്റെ മുഖത്ത് നോക്കിയിട്ട് തബ്ബല്ലക് എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ മക്കയിലെ അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ട, അതുവരെ കളവ് പറഞ്ഞിട്ടില്ലെന്ന് ലോകത്ത് കൂടെ ജീവിച്ച ഏതൊരാളും പറഞ്ഞ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ തബ്ബല്ലക് എന്ന് പറഞ്ഞത്, ഹബീബിന്റെ വഴിത്താരയിൽ മുള്ളുകൾ വിതറിയത്, വൈതരണികൾ തീർത്തത് അബൂലഹബിനെ പോലെയുള്ളവരാണ്. യുവാക്കളാണ് ഈ മതത്തിന് ശക്തി പകർന്നത്. അതുകൊണ്ട് യുവത്വമേ, നിങ്ങളോട് ഞാൻ നന്മ കൽപ്പിക്കുന്നുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് ലോകത്തെ എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ഇസ്ലാം പകർത്താൻ, ലോകത്തിന് പകർന്നു കൊടുക്കാൻ സഞ്ചരിച്ചത്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു നമ്മുടെ മണ്ണിലേക്ക് കടന്നു വന്ന പോലെ മഹാന്മാരായ ഒരു പറ്റം സ്വഹാബത്ത്, എത്രയെത്ര സ്വഹാബത്താണ് ജീവനും ജീവിതവും ദീനിന് വേണ്ടി സമർപ്പിച്ചത്. അവർ കടൽ മുറിച്ച് കടന്നുപോയത്, അവർ പായക്കപ്പലുകൾ എങ്ങോട്ടൊന്നില്ലാതെ യാത്ര പോയത് ദീനുമായി. എല്ലാ വൈതരണികളും അവർക്ക് നിസ്സാരമായിരുന്നു. ആർത്തട്ടഹസിക്കുന്ന അറബിക്കടലിനെ കീറിമുറിച്ചുകൊണ്ട് കടന്നുപോയത് പിൽക്കാലഘട്ടത്തിലും അതേ ത്വാലിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള യുഗപ്രഭാവന്മാർ.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ സമുദായം വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉന്നതമായ പ്രവചനം സാക്ഷാത്കരിക്കുന്നത് ഈ ഉമ്മത്തിന്റെ യുവത്വമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കോൺസ്റ്റാന്റിനോപ്പിൾ ലോകത്തെ അതുപോലെ അലോകത്ത് അതിമഹത്തായ സാമ്രാജ്യമായിരുന്ന ലോകത്തെ മനുഷ്യകുലത്തെ ഭരിക്കാൻ ഏതെങ്കിലും ഒരു കുടുംബത്തിന്, ഏതെങ്കിലും ഒരു രാജവംശത്തിന് ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ചവരായ ബൈസാന്റൈൻ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലാഹുവിന്റെ ഹബീബ് കീഴടക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത് യുവാവായ 21 വയസ്സുകാരനായ മഹാനായ മുഹമ്മദുൽ ഫാത്തിഹ റളിയല്ലാഹു അൻഹുവാണ്. ലോകത്ത് മുഴുവൻ അത്ഭുതങ്ങൾ തീർത്തത്, ഈ ഉമ്മത്തിന് വേണ്ടി പ്രതിരോധം തീർത്തത്, ഈ ഉമ്മത്തിന് മുന്നോട്ട് പോകാനുള്ള ശക്തി തന്നത് യുവത്വമാണ്. അറിവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് ലോകോത്തര ആലിമീങ്ങളായത്, ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഇന്നും സ്മരിച്ചാലും തീരാത്ത സുന്ദരമായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയത്, ഇന്നലകളുടെ സുഗന്ധമായത്, നാളെയുടെ ആശയാകുന്നത് അത് ഈ ഉമ്മത്തിന്റെ യുവത്വമാണ്. അതുകൊണ്ട് ഊസീകും ബിശ്ശബാബി ഖൈറാ, യുവത്വമേ ഞാൻ നിങ്ങളോട് നന്മ കൽപ്പിക്കുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ടല്ലോ, അല്ലാഹുവിന്റെ കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ 1.25 ലക്ഷം വരുന്ന അമ്പിയാക്കന്മാര് മുഴുവനും കാനൂ ശബാബാ, അവരൊക്കെ യുവാക്കളായിരുന്നു. ലോകത്ത് മാറ്റം വരുത്താൻ വന്ന വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫൂ ഫിൽ അർളി വനജഅലഹും അടിച്ചമർത്തപ്പെട്ടവന്റെ ഉദ്ധാനത്തിന് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ലോകത്ത് നടമാടുന്ന സകലമാന തിന്മകൾക്കുമെതിരെ, വിഗ്രഹാരാധനക്കെതിരെ, ബഹുദൈവത്വത്തിനെതിരെ, വ്യഭിചാരത്തിനെതിരെ, മദ്യപാനത്തിനെതിരെ, ചൂഷണത്തിനെതിരെ, മനുഷ്യന്റെ പരസ്പരമുള്ള കലഹങ്ങൾക്കെതിരെ, അഹങ്കാരത്തിന്റെ അഹന്തയുടെ കൊടുമുടിയിൽ കിടക്കുന്ന മാനവൻ മനുഷ്യത്വം പഠിപ്പിക്കാൻ ഇറങ്ങി വന്ന ലോകത്തെ സകലമാന അമ്പിയാക്കന്മാരും 1.25 ലക്ഷം വരുന്ന അമ്പിയാക്കന്മാർ കാനൂ ശബാബാ, അവരൊക്കെ യുവാക്കളായിരുന്നുവെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് പിറന്നു വീഴുന്ന ഓരോ പൈതലും, ഓരോ നിമിഷവും ലോകത്ത് മരണവും അതുപോലെ ജനനവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനനവും മരണവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ മഹാത്ഭുതമാണ് ഓരോ പെണ്ണിന്റെയും പ്രസവം. നമ്മുടെ മുമ്പിലിരിക്കുന്ന കൊച്ചു പൈതങ്ങൾ, നമ്മുടെ വീട്ടിലെ തൊട്ടിൽ കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട പൈതം മക്കൾ, അവരാരെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവരെന്തെന്ന് നമുക്കൊരിക്കലും മുന്നോട്ടേക്ക് കണ്ണുകൊണ്ട് പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല, പ്രവചിക്കാൻ സാധ്യമല്ല. അവരോരോരുത്തരും ലോകത്തെ മാറ്റാൻ കരുത്തുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെന്ന് പറയുന്ന ഏറ്റവും എലൈറ്റായ അവന്റെ സൃഷ്ടിയുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചമാസകലം ആർക്ക് വേണ്ടിയാണ് സംവിധാനിച്ചിരിക്കുന്നത്? ഖലഖലകും മാ ഫിൽ അർളി ജമീആ, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം മനുഷ്യ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംവിധാനിച്ചിരിക്കുന്നത്. ഈ ഉരുണ്ട ഭൂഗോളം നിനക്ക് വേണ്ടിയാണ്. ഇതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരമായ പുഴകൾ നിനക്ക് വേണ്ടിയാണ്. കാനനങ്ങൾ നിനക്ക് വേണ്ടിയാണ്. വിശാലമായി പരന്നു കിടക്കുന്ന അലമാലകൾ ഉയർന്നു പൊങ്ങുന്ന നീലസാഗരം നിനക്ക് വേണ്ടിയാണ്. അത്ഭുതത്തോടെ മനുഷ്യൻ നോക്കി നിൽക്കുന്ന കാനനങ്ങളെ, അതിലെ അത്ഭുതങ്ങളെ
അത്ഭുത ചെപ്പുകളെ, ആ വിശാലമായ അനന്തമായ ആഴിയുടെ താഴ്വാരത്തിൽ അത്ഭുത ലോകങ്ങളെ, ആകാശഗംഗയിലെ മിഴിച്ചിമ്മി തുറക്കുന്ന താരാപഥങ്ങളെ, കോടാനു കോടി ബില്യൺ കണക്കിന് ഗാലക്സികളെ, അതിലെ കോടാനു കോടി നക്ഷത്ര സമൂഹങ്ങളെ, എല്ലാം മാനവ നിനക്ക് വേണ്ടിയാണ്, മനുഷ്യ നിനക്ക് വേണ്ടിയാണ് ഞാൻ സംവിധാനിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തിന്റെ മുഖ്യ കാരണക്കാരനായ, മുഖ്യ ഹേതുകമായ, ഈ പ്രപഞ്ചത്തിന്റെ മുഖ്യ കഥാപാത്രമായ മാനവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞു പൈതലിനെ ലോകത്തേക്ക് യാത്രയാക്കുമ്പോ, ലോകത്തേക്ക് പറഞ്ഞേക്കുമ്പോ അതൊരു മഹാത്ഭുതമാണ്, ഒരു വല്ലാത്ത സൃഷ്ടിയാണ്, അത് വല്ലാത്ത പടപ്പാണ്, അത് വല്ലാത്തൊരത്ഭുതമാണ്. അവന്റെ തലച്ചോറ് വല്ലാത്ത അത്ഭുതമാണ്, അവന്റെ മനസ്സ് വല്ലാത്ത പ്രഹേളികയാണ്, അവന്റെ ജീവിതം വല്ലാത്ത, ലോകത്തിന് വല്ലാത്തൊരു സമ്മാനമാണ്. അത്തരത്തിലുള്ള ലോകത്തെ മുഴുവനും മാറ്റാൻ കഴിയുന്ന, ലോകത്തെ എല്ലാ അടിച്ചമർത്തപ്പെട്ടവരും ഉദ്ധാനം നൽകാൻ കഴിയുന്ന, ലോകത്തെ എല്ലാ സങ്കീർണതകൾക്കും ഉത്തരം നൽകാൻ കഴിയുന്ന തരത്തിൽ, ലോകത്തെ ഈ ഭൂമിയെ അത്ഭുതപ്പെടുത്താൻ കഴിയുന്ന ലോകത്തിൽ, ഈ പ്രപഞ്ചത്തെ മുഴുവനും കീഴടക്കാൻ കഴിയുന്ന രൂപത്തിൽ, ആലമുൽ മലകൂത്തിന്റെയും മുകളിൽ കയറി നിൽക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സുന്ദരമായ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ ഉന്നതനായാൽ അവൻ ജിബ്രീലിന്റെ സതീർത്ഥ്യനാണ്, മലക്കുകളോടൊപ്പമാണല്ലെങ്കിൽ അതിനേക്കാൾ ഉന്നതനാകുന്ന പോലെ, ഈ പ്രപഞ്ചം അവന്റെ മുമ്പിൽ ഒരു തടസ്സമേ അല്ലാത്ത പോലെ, ലോകം മുഴുവൻ കൈകുമ്പിളിൽ പിടിക്കാൻ കഴിവുള്ളവനെ പോലെ മനുഷ്യനൊരു അത്ഭുതമാണ്, വല്ലാത്ത ഒരു സോഫ്റ്റ്വെയറാണ് അല്ലാഹു നമ്മിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്താനാണ്, ആ ഔന്നത്യം ഉപയോഗപ്പെടുത്താനാണ്, മനുഷ്യന് ഔന്നത്യത്തിലൂടെ കടന്നു പോകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് വായു തന്നത്, വെള്ളം തന്നത്, ജീവിതം തന്നത്, ജീവൻ തന്നത്, സൗകര്യങ്ങൾ തന്നത്, എല്ലാം നമുക്ക് വേണ്ടിയാണ് അല്ലാഹു ഒരുക്കി തന്നത്. ഇതിന് നന്ദി ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കൽപ്പനകളിലൂടെ കടന്നുപോയി ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനാണ് നാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അതിന് വിപരീതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജന്മം എന്തിനു വേണ്ടി തന്നുവോ അതിൽ നിന്ന് വിപരീതമായി, അതിന് വിഭിന്നമായി സഞ്ചരിക്കുന്നവനാരോ അവൻ അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്നവനാണ്. അവൻ തന്റെ ജീവിതം മനസ്സിലാക്കാത്തവനാണ്, തന്റെ വില മനസ്സിലാക്കാത്തവനാണ്, ഭൂമിയെ നരകമാക്കുന്നവനാണ്, ഭൂമിയിൽ ഫിത്നയുണ്ടാക്കുന്നവനാണ്, ഭൂമി പ്രശ്നങ്ങളുടെ സങ്കീർണതകളുടെ ലോകമാക്കുന്നവനവനാണ്. പ്രിയപ്പെട്ട മനുഷ്യ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ ജീവിതം താങ്ങാണ്, തണലാണ്. നമ്മുടെ ജീവിതം ലോകത്തിന് സാന്ത്വനമാണ്. നമ്മുടെ ജീവിതം മാറ്റങ്ങളുടെ, ലോകത്തിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി ചുക്കാൻ പിടിക്കാനുള്ളതാണ്. അത് തിരിച്ചറിയുന്നിടത്താണ് ഓരോ യുവാവിന്റെയും വിജയമുള്ളത്. അവൻ ലോകോത്തരനാകുന്നത്, ഔന്നത്യത്തിന്റെ ഉന്നതമായ ഗിരിശൃംഗങ്ങളിലേക്ക് ഉയർന്നു പോകുന്നത്. വർത്തമാനകാലത്ത് നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? വർത്തമാനകാലം നമ്മ മുഖത്ത് നോക്കിക്കൊണ്ട് പല്ലളിക്കുന്ന ഒരു സാഹചര്യമാണ്. എവിടെ എന്ത് സംഭവിച്ചാലും നമ്മുടെ ചെറുപ്പക്കാരെ കാണാൻ കഴിയുന്നു, എല്ലാത്തിലും നമ്മുടെ ചെറുപ്പക്കാരെ കാണാൻ കഴിയുന്നു. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ലോകത്ത് ഇന്ന് വരെ കടന്നു വന്നതിൽ വെച്ച്,
ലോകത്ത് ഇന്നുവരെ ലോകത്ത് ഉത്ഭവിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സമുദായം നിങ്ങളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ച ഒരു സമുദായത്തിന്റെ ഇന്നിന്റെ മക്കളുടെ പുതിയ തലമുറയുടെ മേച്ചിൽപ്പുറങ്ങൾ എന്താണ്? അവർ ലോകത്ത് പ്രവർത്തിച്ചു കൂട്ടുന്നത് എന്താണ്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? എത്രമേൽ വേദനാജനകമാണ്. നമ്മുടെ തലകൾ, നമ്മുടെ ശിരസ്സുകൾ താഴ്ന്നു പോകുമാറ് എന്തെല്ലാമാണ് നമ്മുടെ ചുറ്റുപാടുകൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. കൊലപാതകം നടന്നാലും അതിൽ മുസ്ലിം ചെറുപ്പക്കാരന്റെ പേര് കാണാം. MDMA കടത്തിയാലും മുസ്ലിം ചെറുപ്പക്കാരന്റെ പേര് കാണാം. ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവോ അതിന്റെ മുന്നിലൊക്കെ മുസ്ലിം ചെറുപ്പക്കാരന്റെ പേര് വന്നതെന്ന് മുതലാണ്. എവിടെ വെച്ചാണ് നമ്മൾ വഴിതെറ്റി സഞ്ചരിക്കാൻ തുടങ്ങിയത്? അഷ്റഫായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് തന്നുവല്ലോ. ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരാനിരിക്കുന്നു. ലോകം സങ്കീർണമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബദഅൽ ഇസ്ലാമു ഗരീബാ, ഇസ്ലാം ആരംഭിക്കുന്നത് ഒരു സ്ട്രേഞ്ചറെ പോലെയാണ്, വിദേശിയെ പോലെയാണ്. ആരാരും ഏറ്റെടുക്കാനില്ലാത്ത സാഹചര്യത്തിലാണ്. എല്ലാവരാലും സംശയത്തിന്റെ ദൃഷ്ടിയോടുകൂടെ നോക്കപ്പെടുന്ന രൂപത്തിലാണ്. ആരും ഇസ്ലാമിനെ ഏറ്റെടുക്കാനില്ലാതെ, പുഷ്പവൃഷ്ടികളില്ലാതെ ബദഅൽ ഇസ്ലാമു ഗരീബാ, ഇസ്ലാം ഒരു വിദേശിയെ പോലെ, ഒരു സ്ട്രേഞ്ചറെ പോലെ കടന്നു വന്നു. ആര് കണ്ടാലും സംശയത്തോടെ നോക്കിയിരുന്നൊരു സാഹചര്യം, അക്രമവാസനയോടെ നോക്കിയിരുന്നൊരു കാലഘട്ടം, മാറ്റി നിർത്തപ്പെട്ടിരുന്നൊരു കാലഘട്ടം. ആ ഇസ്ലാം ഉയർന്നു പൊങ്ങി ഒരുപാട് ജീവിതങ്ങൾ ഇതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടപ്പോ അത്ഭുതങ്ങൾ തീർത്തുവല്ലോ. 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായ മണൽപ്പരപ്പിൽ നിന്ന് ആകാശലോകത്തെ മിഴിചിമ്മി തുറക്കുന്ന താരാപഥങ്ങളെ എണ്ണാൻ മാത്രമറിയുമായിരുന്ന സൈകത ഭൂമിയിൽ ഒട്ടകത്തെ പോറ്റി ആടുമേച്ച് എന്തിനെന്നറിയാതെ ഗോത്രവൈരത്തിന്റെ മേൽ പരസ്പരം പോരാടി മദ്യത്തിലും മദിരാക്ഷിയിലും കടിഞ്ഞു പോയിരുന്നൊരു സമൂഹത്തെ, ലോകം മുഴുവനും ഇരുണ്ട കാലഘട്ടമെന്ന് വിളിച്ച ഒരു ലോകത്തെ, സമൂഹത്തെ മുഴുവനും മാറ്റിത്തിരുത്തിക്കൊണ്ട് ലോകത്തെ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ നായകരാക്കി, ലോകത്തെ സാംസ്കാരിക വിപ്ലവത്തിന്റെ നായകന്മാരാക്കി, ലോകം കണ്ട ഉന്നതമായ സംസ്കാരത്തിന്റെ, ലോകം കണ്ട ഏറ്റവും ഉന്നതമായ ജീവിത വിശുദ്ധിയുടെ ആൾരൂപങ്ങളാക്കി മാറ്റിയെടുത്തുവല്ലോ. ലോകത്തെ അത്ഭുതപ്പെടുത്തിയല്ലോ. സാമ്രാജ്യങ്ങൾ തകർന്നു വീണുവല്ലോ. മനുഷ്യന്റെ മനസ്സകങ്ങൾക്കിടയിൽ ഇസ്ലാം എന്ന് പറയുന്ന സാമ്രാജ്യം ഒരിക്കലും നഷ്ടമിക്കാത്ത, ഒരിക്കലും നഷ്ടപ്പെടാത്ത വലിയ സിംഹാസനങ്ങൾ നെയ്തുവല്ലോ. എന്നാൽ വസയഊദു കമാ ബദഅ, ഇസ്ലാം എവിടെ തുടങ്ങിയോ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്ന ഒരു കാലം വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം എവിടെ നിന്ന് ആരംഭിച്ചുവോ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്ന ഒരു കാലം. സകലമാന ജാഹിലിയത്തും സകലമാന തിന്മകളും ലോകത്ത് ഇസ്ലാം കുഴിച്ചു മൂടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴിച്ചു മൂടിയ എല്ലാ തിന്മകളും 10 മടങ്ങ് ശക്തിയോടെ ലോകത്ത് പണം വിടർത്തി ആടുമെന്ന്, ലോകത്ത് ഉയർന്നു വരുമെന്ന്, മനുഷ്യൻ തിന്മയുടെ സുഭാസകനായി മാറുമെന്ന്, ഇനിയും അബൂജഹലുമാര് വരുമെന്ന്, ഇനിയും ഉത്ബമാര് വരുമെന്ന്, ഇനിയും ശൈബമാര് വരുമെന്ന്, അവർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇനിയും ലോകത്ത് വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത പ്രയാസമുള്ള കാലഘട്ടം. നമ്മൾ ആ കാലഘട്ടത്തിന്റെ വക്താക്കളാണ്, അതിലൂടെ കടന്നു പോകുന്നവരാണ്. അഷ്റഫുൽ വറാ
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് തന്നുവല്ലോ നമുക്ക്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പറഞ്ഞുവല്ലോ, ലോകത്ത് എന്തെല്ലാം ഫിത്നകൾ വരാനിരിക്കുന്നു. ബാദിറൂ ബിൽ അമാലി ഫിത്ന കഖതഇൽ ലൈലിൽ മുസ്ലിമീ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, രാത്രിയുടെ യാമങ്ങളെ പോലെ ഒന്നിനു പിറകെ ഒന്നൊന്നായി ലോകത്ത് തിന്മകൾ കടന്നു വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിനു പിറകെ ഒന്നൊന്നായി രാത്രിയുടെ യാമങ്ങളെ പോലെ മെല്ലെ മെല്ലെ ഇരുട്ടി വന്ന് സൂര്യൻ അസ്തമിക്കുമ്പോ മെല്ലെ മെല്ലെ ഇരുട്ട് പരന്നുകൊണ്ട് ലോകം കൂരിരുട്ടിലേക്ക് അർദ്ധരാത്രിയിലേക്ക് പോകും പോലെ മെല്ലെ മെല്ലെ ഫിത്നകൾ ഇങ്ങനെ കയറി വന്ന് മെല്ലെ മെല്ലെ കയറി വന്ന് ലോകം മുഴുവൻ തമസ്സിലേക്ക് ആണ്ടുപോകുമെന്ന്, ലോകം മുഴുവൻ തിന്മയിലേക്ക് ആണ്ടുപോകുമെന്ന്, ഫിത്നകൾ വ്യാപിക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാനെ വേദനിപ്പിക്കുന്ന മക്കളുണ്ടാകുമെന്ന്, ഉപ്പാനെ ചവിട്ടുന്ന മക്കളുണ്ടാകുമെന്ന്, മദ്യപാനത്തിൽ എല്ലാം മറന്നുപോകുന്ന തലമുറയുണ്ടാകുമെന്ന്, ലഹരിയിലെല്ലാം പിച്ചു ചീന്തിയെറിയുന്ന തലമുറയുണ്ടാകുമെന്ന്, പഴയ കാലത്ത് നടന്ന പോലെ വ്യഭിചാരങ്ങൾ ലോകത്ത് നടമാടുമെന്ന്, അതിനേക്കാൾ ഭീകരമായി മനുഷ്യന് നടുറോഡിൽ കിടന്നുകൊണ്ട് നിരത്തിൽ കിടന്നുകൊണ്ട് മനുഷ്യൻ ഇണചേരുന്ന കാലം വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത ഭീഷണിയിലാണ് ലോകം. എല്ലാ നാടുകളിലും മഹല്ലടിസ്ഥാനത്തിൽ ലഹരിക്കെതിരെ സമരങ്ങൾ നടത്തുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഓരോ പള്ളിയിലും ലഹരിക്കെതിരെ മഹല്ലത്തിന്റെ കീഴിൽ ലഹരിക്കെതിരെ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കുന്നു. ലഹരി വല്ലാതെ വ്യാപിച്ചിരിക്കുന്നു, പ്രണയങ്ങൾ വല്ലാതെ വ്യാപിച്ചിരിക്കുന്നു. മതം നോട്ടമില്ല, പ്രായം നോട്ടമില്ല. ചെറുപ്പക്കാരുള്ള ഉപ്പമാരൊക്കെ വല്ലാത്ത ഭീതിയിലാണ്. ലഹരി കൊടികുത്തി വാഴുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോന്റെ ബാഗ് തപ്പുമ്പോഴും MDMA ആണ് കിട്ടുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൾ MDMA കാരിയർ ആകുന്നത് നമ്മൾ കണ്ടുവല്ലോ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ പത്രക്കാരുടെ മുമ്പിലേക്ക് കടന്നു വന്നുവല്ലോ. വലിയ ന്യൂസ് വാലി കിട്ടിയല്ലോ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളാണ്, MDMA കാരിയറാണ്. മനുഷ്യൻ ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നെ തിരിച്ചു വരാനാകാത്ത വിധം ദുരിതത്തിന്റെ കയത്തിലേക്ക് വീണുപോകുന്ന അതിഭീകരമായ കെമിക്കലാണല്ലോ ഈ വസ്തുക്കളൊക്കെ. ആരോഗ്യ വിഭാഗം പറയുന്നത് MDMA പോലെയുള്ള വസ്തുക്കളൊക്കെ ജീവിതത്തിൽ 3 തവണ ഉപയോഗിച്ചാൽ പിന്നെ നോർമലായ ലൈഫിലേക്ക് തിരിച്ചു വരില്ലെന്നാണ്. ഇഞ്ചിഞ്ചായി കൊല്ലുന്ന വിഷങ്ങളാണ്. അതുപയോഗിക്കുന്ന ആളുകൾക്ക് ഏതാനും വർഷങ്ങൾ മാത്രമാണ് ആയുസ് പറയുന്നത്. മെഡിക്കൽ സയൻസ് ഏതാനും വർഷങ്ങൾ. അവർക്ക് യൗവനമില്ല, വൈവാഹിക ജീവിതമില്ല, കുടുംബ ജീവിതമില്ല. നാട്ടുകാർക്ക് അവരെ വേണ്ട, സമൂഹത്തിന് അവരെ വേണ്ട, ആർക്കും വേണ്ടാതെ ലോകത്തിന് ഭാരമായി പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരികൾ. അതിഭീതമായ രംഗങ്ങൾ നമ്മൾ എത്രയാണ് വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ വീടകങ്ങളിൽ, നമ്മുടെ തൊട്ടപ്പുറത്തെ വീടുകളിൽ, നമ്മുടെ മഹല്ലത്തിന്റെ തിരുമുറ്റത്ത് ഇത്തരം വാർത്തകൾ കേൾക്കാനാണോ നാം കാത്തിരിക്കുന്നത്? മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചെറിയ പെൺമക്കൾ, ചെറിയ ആൺകുട്ടികൾ ഇതിന്റെ കാരിയർമാർ ഉപയോഗിക്കുന്നുവെന്ന് മാത്രമല്ല, ഒരിക്കൽ ഏതോ സമയത്ത് ഈ പെൺകുട്ടിയോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നീ വലിയ വലയിൽ ചെന്നുപെട്ടത്? എങ്ങനെയാണ് ഈ വലയിൽ ചെന്നുപെട്ടത്? ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും എന്നോടൊരു ചെറുപ്പക്കാരൻ ചിരിക്കാറുണ്ട്. കമ്പനിയായി ഒരു ദിവസം എനിക്കൊരു പൊടി തന്നു, ഉപയോഗിച്ചു നോക്കാൻ പറഞ്ഞു. വല്ലാത്ത പരവേശമായി. പിന്നെ അതിനു വേണ്ടി എന്തും ചെയ്യാമെന്നായി.
ഞാനതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുകളിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് പോലീസ് ഓഫീസർമാര് പറയുന്ന ഈ നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ പ്രദേശത്തിന്റെ ആരോഗ്യ വിഭാഗം നൽകുന്ന, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഒരുപാട് അനുഭവങ്ങളുടെ കഥകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ പൈതങ്ങൾ, ചെറിയ പെൺകുട്ടികൾ പോലും MDMA പോലെയുള്ള അതിഭീകരമായ ലഹരിയുടെ അടിമകളായി മാറുമ്പോ അത് കിട്ടാൻ വേണ്ടി എന്തും നൽകാൻ തയ്യാറാകുന്നവർ. അടുത്തൊരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞത് കേട്ടു. ഒരു പോലീസ് ഓഫീസർ ഒരു ദിവസം ഒരാള് വിളിച്ചിട്ട് പറയാണ്, ഇന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി ഇതുമായി പിടികൂടിയിട്ടുണ്ട്. പോലീസുകാര്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പോലീസുകാരൻ പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞതാണ്. നേരെ ഓടിച്ചെല്ലുന്നു ഈ പെൺകുട്ടിയുമായി. ഈ പെൺകുട്ടിയെ കൊണ്ടുവരുന്നു സ്റ്റേഷനിലേക്ക്. അവളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത് വല്ലാത്തൊരു റാക്കറ്റിന്റെ ചെറിയ കണ്ണി മാത്രമാണിവൾ. നിരന്തരമായ വാഹനങ്ങൾ വരുന്നു, ഇവൾക്ക് വേണ്ടി പറയാനും പലതിനും വാഹനങ്ങൾ വരുന്നു. അങ്ങനെ ഈ പോലീസ് ഓഫീസർ പറയാണ്, ഇവളൊന്ന് മാറ്റി നിർത്തി സംസാരിക്കുമ്പോ ഉന്നതനായ ഒരു പോലീസ് ഓഫീസറോട് ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, 10-20 വയസ്സുള്ള പെൺകുട്ടി ചോദിക്കുകയാണ്, സാറേ എന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കുകയാണെങ്കിൽ സാർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരാം. സാറ് പറയുന്നു, ആ പെൺകുട്ടി എനിക്ക് വാഗ്ദാനം ചെയ്യുന്നത്, 21 വയസ്സുള്ള പെൺകുട്ടി എനിക്ക് വാഗ്ദാനം ചെയ്യുന്നത് അവളുടെ മേനിയാണ്, അവളുടെ ശരീരമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന യുവത്വങ്ങളുണ്ട് നമുക്ക് ചുറ്റും. അതിൽ മുസ്ലിം സമുദായത്തിന്റെ മക്കളുണ്ട്, എല്ലാ വിഭാഗം സമൂഹത്തിന്റെയും മക്കളുണ്ട്. നമ്മൾ മറ്റുള്ളവരെ പോലെയല്ലല്ലോ, നമ്മുടെ മക്കൾ മറ്റുള്ളവരെ പോലെയല്ലല്ലോ. ഇളം പ്രായത്തിലെ അവർ ഇളം ചൊടികളോടുകൂടെ നമ്മോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ, കുഞ്ഞിക്കാലുകൾ നിരത്തി വെച്ച് നടക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ അവരെ കൈപിടിച്ചുകൊണ്ട് മദ്രസയിലേക്ക് കൊണ്ടുവരുന്ന മക്കളാണ്, ദീൻ പഠിപ്പിക്കുന്ന മക്കളാണ്. അവർ പഠിച്ച ദീൻ എവിടെയാണ് പോയത്? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അസ്ലാമു വൽ അൻസാബു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്റെ കയ്യിൽ വണ്ടിയൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഞാനൊരു സ്ഥലത്ത്, നമ്മുടെ ഈ പ്രദേശത്തൊരു സ്ഥലത്ത് ഞാനിങ്ങനെ വണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്റെ മുമ്പിൽ വന്ന് വണ്ടി ചവിട്ടി. ഉസ്താദ് എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കോഴിക്കോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. ഞാനും കോഴിക്കോട്ടുകാരൻ. തന്റെ വണ്ടിയിൽ, ഫാമിലിയെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ ഏതാനും ഗ്ലാസുകൾ കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് സംഗതി തിരിഞ്ഞ് നല്ല ഉഷാറായിട്ട് ഒരു മടിയില്ലാതെ ഇതിന്റെ ആളാണ്. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു, എന്താ അതൊക്കെ മോശമല്ലേ? അപ്പൊ ഓൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, ഇത് കുഴപ്പമില്ലാന്ന് ഖുർആനിലുണ്ടല്ലോ. കുഴപ്പമില്ലാന്ന് ഖുർആനിലുണ്ടല്ലോ. അതേതാ മോനെ? കള്ള് ഹറാമാക്കുന്നതിന് മുമ്പുള്ള പഠിത്ത വിവരമില്ലായിട്ടല്ല, ഒന്ന് ആലോചിക്കണം. മൻസൂഖാക്കപ്പെട്ട ആയത്താണ് എന്നോട് പറയുന്നത്. കള്ള് കുടിക്കാന്ന് മാത്രല്ല, അത് ഹലാലാണെന്ന് വാദിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ടല്ലോ. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും, യസ്തഹില്ലൂന സിനാ, അവർ വ്യഭിചാരം ഹലാലാണെന്ന് പ്രഖ്യാപിക്കും, അവർ മദ്യപാനം ഹലാലാണെന്ന് പ്രഖ്യാപിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എങ്ങനെ ആയിരിക്കും ഇതൊന്ന് അത്ഭുതം ഉണ്ടായിരുന്നു. ഹദീസ് പഠിക്കുമ്പോഴേ വ്യഭിചാര ഹലാലാന്ന് പറയും, കള്ളുകുടി ഹലാലാക്കുന്ന ആൾക്കാർ ഈ ഉമ്മത്തിൽ വരും എന്ന് പറഞ്ഞപ്പോ അത് കണ്ടു. ചില ജീവിതത്തിൽ ചില കാഴ്ചകൾ നമുക്ക് അല്ലാഹുവിന്റെ ചില വാക്കുകൾ, ഹബീബിന്റെ ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാറുണ്ടല്ലോ, നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കാറുണ്ടല്ലോ. അല്ലാഹ് എന്താണ് അത്ഭുതമാ. ഒരിക്കൽ ഒരു 4-5 ആൾക്കാരെ ഞങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ ഒരു യാചകൻ വന്നു. അവിടെ ചില ആയത്തുകളും ഹദീസുകളൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് പുലരുന്നത് കാണുമ്പോൾ അങ്ങനെ
നാലഞ്ചാള് കൂടി നിൽക്കുമ്പോ ഒരാൾ ഇങ്ങോട്ട് വന്നു. ഒരു യാചകൻ മുന്നിലേക്ക് വന്നിട്ട് അയാൾ കൈ നീട്ടുകയാണ്. സ്വാഭാവികമായി നമ്മൾ എന്താ ചെയ്യാ? നമുക്കിഷ്ടമുണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കാതെ വിടും, അല്ലേ? അതല്ലേ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ ഇതിൽ 3ഓളം ആളുകൾ കൊടുത്തു, വല്ലതും കൊടുത്തു. രണ്ടാൾ കൊടുത്തില്ല. ഓരോരുത്തർ സാഹചര്യമാണ്, കൊടുക്കാതെ മോശമൊന്നുമില്ല, ഉണ്ടാവില്ല. പക്ഷേ ഈ യാചകൻ അവിടുന്ന് പോയപ്പോ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാള് നമ്മോട് പറയാണ്, നിങ്ങൾക്ക് എന്തിനാണ് ഈ യാചകന്മാർക്ക് പൈസ കൊടുക്കുന്നത്? അവരങ്ങനെ ജീവിക്കണം എന്ന് പടച്ചോന്റെ തീരുമാനമാണ്. പിന്നെ എന്തിനാ നമ്മൾ ആ തീരുമാനം മാറ്റാൻ പോകുന്നത്? മനുഷ്യന്മാർ, നമ്മളെ കൂട്ടത്തിലുള്ള മനുഷ്യന്മാരാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പോഴാണ് ആയത്തോർമ്മ വന്നത്, വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ് ഖല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു വതഅമാ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. അവരോട് അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, പടച്ചോൻ വിചാരിച്ചില്ലെങ്കിൽ അവർ കൊടുക്കായിരുന്നല്ലോ, പിന്നെ തന്നെ നമ്മൾ കൊടുക്കാൻ പോണത്. നാം പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ, വ്യഭിചാരം ഹലാലാക്കുന്ന മനുഷ്യർ, അതുപോലെ തന്നെ മദ്യപാനം ഹലാലാക്കുന്ന മനുഷ്യർ, തിന്മകൾ ഹലാലാക്കുന്ന മനുഷ്യർ അന്ത്യനാളിനോടനുബന്ധിച്ചുകൊണ്ട് കടന്നു വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളുടെ ഭാവി പോലും അപകടത്തിലാകുന്ന തരത്തിൽ ചെറുപ്പക്കാർ ലഹരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരികൾ ലഹരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി പൂക്കുകയാണ് യൗവനങ്ങൾ, ലഹരി പൂക്കുകയാണ്. റമളാനിന്റെ രാവുകളിൽ പോലും, റമളാനിന്റെ രാത്രികളിൽ പോലും മറയില്ലാതെ ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരെ കാണാൻ കഴിയുന്ന വല്ലാത്ത സാഹചര്യമുണ്ട്. പാടത്തിന്റെ വക്കിൽ, ഒഴിഞ്ഞ പറമ്പിൽ, ഒഴിഞ്ഞ ബസ് സ്റ്റോപ്പുകളിൽ, ഒഴിഞ്ഞ ബിൽഡിങ്ങുകളിൽ ചെറുപ്പക്കാർക്ക്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മക്കളെ തന്നിട്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മക്കളെ തന്നിട്ട് ആ മക്കളെ നന്മയിലേക്ക് നടത്താൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ പിതാക്കൾക്ക്, ആ മാതാക്കൾക്ക് നാളെ സ്വർഗത്തിന്റെ സുഗന്ധം പോലും ലഭ്യമല്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മക്കൾ എങ്ങോട്ട് പോയി എന്ന്, അവരെപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന് ഓരോ യുവാവും പടിപടിയായി നാശത്തിലേക്ക് പോകുന്ന കാലമാണ്. വളരെ ചെറുപ്പം മുതലേ നമ്മുടെ കൈകളിൽ അവർ ഭദ്രമാവണം, അല്ലെങ്കിൽ തകർന്നു പോകും. നമുക്ക് പിടിച്ചാൽ കിട്ടാത്തിടത്തേക്ക് കടന്നു പോകുമല്ലോ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹൗദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനി. മാതാപിതാക്കൾക്ക് ഇതിൽ വലിയ റോളുണ്ട്. ഞാനിങ്ങനെ ഓർക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഞാൻ അവേലത്ത് 8-10 കൊല്ലം ഉണ്ടായിരുന്നു. അന്നൊരു ചെറുപ്പക്കാരൻ, ഞാൻ വന്ന ഉടനെ ഒരു ചെറുപ്പക്കാരൻ രാത്രി എന്നെ വിളിക്കുന്നു. കുറേ വർഷമായി, ഇപ്പോഴും ആ ഒരു അനുഭവം മനസ്സിന്ന് പോയില്ല. എന്താണ്? ഞാൻ ചെറുപ്പക്കാരന്റെ പേരൊന്നും പറഞ്ഞു, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെ. ഒരു ചെറുപ്പക്കാരൻ വിളിക്കാം, എന്താണെന്നറിയാം, ഉസ്താദേ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്റെ ഉപ്പച്ചിക്കൊന്ന് വിളിക്കുക, എന്റെ വാപ്പച്ചിക്കൊന്ന് നിങ്ങൾ വിളിക്കുക. അതെന്താ? എന്റെ വാപ്പച്ചി 10 മണിയായാലും ഗേറ്റ് തുറക്കൂല. ഞാൻ ഇന്ന ആവശ്യത്തിന് ഞാൻ ടൗണിൽ പോയി പെട്ടുപോയതാണ് ഉസ്താദേ, എന്റെ വാപ്പച്ചി ഗേറ്റ് തുറന്നരില്ല. ഒരു ചെറുപ്പക്കാരൻ മഹലിലെ ഖത്തീബിനെ വിളിക്കാണ്, ബാപ്പ ഗേറ്റ് തുറന്നരാത്. എങ്ങനത്തെ വാപ്പമാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, ഇങ്ങനത്തെ വാപ്പമാരും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒന്ന് പറയണം ഉസ്താദേ, ആ ചെറുപ്പക്കാരൻ അത്രമേൽ ജനുവിന, അത്രമേൽ സത്യസന്ധന, അല്ലാതെ ഒരിക്കലും പള്ളിക്കത്ത് ഉസ്താദിനെ വിളിച്ചില്ല. ഇനി ആരും അതിന് ഐഡിയ ആക്കി വെക്കണ്ട, യമാനിന്റെ നമ്പർ വിളിച്ച് വിൽക്കാൻ നിൽക്കണ്ട. ഒരു ചെറുപ്പക്കാരൻ എത്ര ജനുവിനാണ്, എത്ര സത്യസന്ധമാണ്. എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആവശ്യത്തിന് പോയതേനു, ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ എത്തുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ വൈകിപ്പോയി. ബാപ്പ വളരെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്.
ഞാൻ വിളിച്ചു, ബാപ്പക്ക് വിളിച്ചു, എന്നെ അവൻ വിളിച്ചിരുന്നു, നിങ്ങളൊന്ന് ഡോറൊന്ന് തുറന്നു കൊടുക്കി, ഇപ്രാവശ്യം ഓന് ഞാൻ ജാമ്യം നിൽക്കാം എന്ന്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു സംഭവം. അങ്ങനത്തെ രക്ഷിതാക്കളുണ്ട്. എന്നാൽ മക്കൾ എവിടെ പോയി എന്ന്, എവിടെ പോയാലും യാതൊരു പ്രശ്നവുമില്ലാതെ മക്കളുടെ കയ്യിൽ വീടിന്റെ ചാവി കൊടുക്കുന്നവർ, ചാവി കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അവര് രാത്രി 2 മണിക്കാവാൻ വരുന്നത്, രാത്രി അല്ലെങ്കിൽ നേരം വെളുക്കാൻ സമയമാകുമ്പോൾ വരുന്നുണ്ട്. പൊന്നുമോനെ, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ, നീ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? നീ എല്ലാ ദിക്റുകളും ചൊല്ലിയിട്ട് എന്ത് കാര്യമാണുള്ളത്? നിന്റെ മകൾ തിന്മയുടെ വഴിത്താരയിലൂടെ കടന്നു പോകുമ്പോ അരുത് മോനെ, അരുത് മോനെ, അരുത് മോനെ എന്ന് പറയാത്ത ഉപ്പാ, മാ നഹല വാലിദുൻ വലദാ അഫ്ളല മിൻ അദബിൻ ഹസന. നല്ല ഒരു അദബിനേക്കാൾ വലിയ സമ്മാനം ഒരു പിതാവോ മാതാവോ മക്കൾക്ക് നൽകിയിട്ടില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറാ ലോകത്ത് നിൽക്കുമ്പോ, അള്ളാന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ട ദിവസത്തിൽ ചെന്ന് നിൽക്കുമ്പോ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം ഏതായിരിക്കുമെന്നറിയുമോ? അത് നല്ല ഒരു അദബാണ്. നിങ്ങൾ അവർക്ക് ഐഫോൺ വാങ്ങിക്കൊടുത്തതല്ല, അവർക്ക് വേണ്ടി ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടതല്ല, അവർക്ക് വേണ്ടി ഏക്കറക്കണക്കിന് സ്വത്തുണ്ടാക്കിയതല്ല, അവർക്ക് വിദ്യാഭ്യാസം നൽകിയതല്ല, അവർക്ക് ഉന്നതമായ ജോലി കൊടുത്തതല്ല, അവർക്ക് വേണ്ടി മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതല്ല. നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതെന്നറിയുമോ? അത് നല്ലൊരു അദബ് പഠിപ്പിക്കലാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഒരാൾക്ക് മക്കളെ കൊടുത്തിട്ട് ആ മക്കളെ നന്മയിലേക്ക് കൊണ്ടുപോവാൻ ഒരു വാക്കോ ഒരു നോക്കോ കൊണ്ട് ശ്രമിച്ചില്ലെങ്കിൽ അവന്റെ മേലെന്ന സ്വർഗത്തിന്റെ സുഗന്ധം പോലും ഹറാമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരം വെളുത്താൽ അങ്ങാടിയിലാണ്, വൈകുന്നേരം വരെ അങ്ങാടിയിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ ഒക്കെ സിസ്റ്റം മാറിയല്ലോ, നൈറ്റ് ലൈഫിന്റെ ലോകമായി മാറിയല്ലോ. 10 കൊല്ലം മുമ്പ് വരെ നൈറ്റ് ലൈഫ് മോശമാണ്, അതിലേക്കൊന്നുമല്ല ഞാൻ കടക്കുന്നത്. 10 കൊല്ലം മുമ്പ് വരെ നമ്മൾ ഉണ്ടായിരുന്നതിൽ നിന്ന് നേരെ വിപരീതമായ സാഹചര്യത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. നൈറ്റ് ലൈഫിന്റെ ലോകാണ്. പകൽ ഏതെങ്കിലും വഴിക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒന്ന് വിശന്നാൽ നല്ല ഹോട്ടൽ പോലും കിട്ടില്ല. ഇന്ന് ഹോട്ടൽ തുറക്കാനും വൈകുന്നേരമാവണം. രാത്രിയാണ് കച്ചവടങ്ങൾ, രാത്രിയാണ് ഭക്ഷണങ്ങൾ, ഭക്ഷണ വൈവിധ്യങ്ങൾ. നമ്മൾ മെല്ലെ മെല്ലെ യൂറോപ്പിനെ അനുകരിക്കുകയാണ്. ഇന്നലകളിൽ യൂറോപ്പ് അനുഭവിച്ചത് നമ്മളിപ്പോൾ അനുഭവിക്കാൻ പോവുകയുമാണ്. മക്കളൊക്കെ പുറത്താണ്. മഗ്‌രിബിന് സമയത്തേക്ക് വീട്ടിലണയേണ്ട മക്കൾ ആ സമയം വീട് വിട്ടിറങ്ങി പോവുകയാണ്. ആരുടെ കൂടെയാണ് അവർ പോകുന്നതെന്ന് നോട്ടമില്ല, എവിടേക്കെന്ന് നമുക്കറിയില്ല, എത്ര സമയമെന്നറിയില്ല. അനിൽ മർഇ ലാ തസ്അൽ ഫസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരീനി യഖ്തദീ. ഒരാളെ കുറിച്ച് പഠിക്കണമെങ്കിൽ അയാളെ നേരിട്ട് പഠിക്കണമെന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഒരാളെ കുറിച്ച് പഠിക്കണമെങ്കിൽ, ഇപ്പൊ നമ്മുടെ റാഷിദിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? റാഷിദിനെ കുറിച്ച് പഠിക്കണ്ട, ഇവിടെ നിന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ പൂനൂരങ്ങാടി ഞാൻ ചോദിച്ചാൽ മതി, റാഷിദിന്റെ സുഹൃത്തുക്കൾ ആരൊക്കെ, അവന്റെ സുഹൃത്തുക്കൾ ആരൊക്കെ ചോദിച്ചാൽ മതി. എന്നെ കുറിച്ച് പഠിക്കണമെങ്കിൽ എന്റെ നാട്ടിൽ കാടപ്പടി വന്നിട്ട് ചോദിച്ചാൽ മതി, എന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്. എന്നാൽ തന്നെ ഏകദേശം ഐഡിയ. സുഹൃത്തുക്കളിലൂടെ ഒരു മനുഷ്യനെ പഠിക്കാൻ കഴിയും. അനിൽ മർഇ ലാ തസ്അൽ ഫസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരീനി യഖ്തദീ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏറ്റവും വലിയ ചിന്തയുണ്ടാവേണ്ടത്, ഏറ്റവും വലിയ ശ്രദ്ധയുണ്ടാവേണ്ടത് അവന്റെ കൂട്ടുകെട്ടുകളിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, അൽ മർഉ അലാ ദീനി ഖലീലി. ഓരോ മനുഷ്യനും അവന്റെ സുഹൃത്തിന്റെ മതമാണ് അവൻ്റെത്. ഓരോ മനുഷ്യന്റെയും സംസ്കാരം അവന്റെ സുഹൃത്തിന്റെ സംസ്കാരമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും തിന്മയിലേക്ക് ചെന്നെത്തുന്നതിന്റെ ഏറ്റവും വലിയ ലിങ്ക് അവന്റെ സുഹൃത്താണ്. സുഹൃത്ത് വലയത്തിൽ ഒരുത്തനുണ്ടായാൽ മതി, ഒരു മദ്യപാനി ഉണ്ടായാൽ മതി, ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തനുണ്ടായാൽ മതി, നിസ്കരിക്കാത്ത ഒരുത്തനുണ്ടായാൽ മതി, നോമ്പ് നോൽക്കാത്ത ഒരുത്തനുണ്ടായാൽ മതി, മാതാവിനെ വേദനിപ്പിക്കുന്ന ഒരുത്തനുണ്ടായാൽ മതി. ആ ഗ്യാങ് മുഴുവൻ മെല്ലെ മെല്ലെ എത്ര പെട്ടെന്നാണ് ഈ തിന്മയുടെ ഉപാസകരായി മാറുന്നത്. അതുപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളിലും സുഹൃത്തുക്കളെ കൂട്ടത്തിൽ ഒരുത്തനുണ്ടായാൽ, വിശ്വാസ വൈകല്യമുള്ള ഒരുത്തനുണ്ടായാൽ, അവൻ നല്ല മുഅ്മിനായിരുന്നു, നല്ല സുന്നിയായിരുന്നു, നല്ല ഉഷാറായിരുന്നു, എല്ലാറ്റിനും അവൻ മുന്നിലായിരുന്നു. അവന്റെ സൗഹൃദ വലയത്തിലേക്ക്, അല്ലെങ്കിൽ അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് അവന്റെ കൂടെ കൂടാൻ, അവന്റെ കൂട്ടുകാരനാവാൻ, അവന്റെ സഹപ്രവർത്തകനാവാൻ ഇതിൽ നിന്ന് വിഭിന്നനായ ഒരാൾ കടന്നു വന്നു. എത്ര പെട്ടെന്നാണ് അവനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത്, അവന്റെ സംസാരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത്, അവന്റെ സമീപനത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അൽമറു അലാ ദീനി ഖലീലി, മനുഷ്യൻ അവന്റെ ചങ്ങാതിയാരോ അവന്റെ സംസ്കാരമാണ് അവനുണ്ടാവുക എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ടല്ലോ, മസലുൽ ജലീസി സാലിഹ് വ മസലുൽ ജലീസി സൂഅ് കഹമിൽ മിസ്കി കവനാഫിഖിൽ കീർ. ആ ഹദീസാണ് നമ്മളൊക്കെ പഴഞ്ചൊല്ലായി പറയാറുള്ളത്. ആ ഹദീസിന്റെ കോറാണ്, കാമ്പാണ്. ചന്ദനം ജാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കുമെന്നുള്ളത് ഈ ഹദീസിന്റെ ആശയമാണ് നമ്മൾ പറയാറുള്ളത്. ആരോടാണോ നമ്മൾ ബന്ധപ്പെടുന്നത്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ആരോടാണോ നാം ബന്ധപ്പെടുന്നത്, ആരെയാണോ നാം കൂട്ടുകെട്ടിലേക്ക് ഉൾപ്പെടുത്തുന്നത്, അവനിലേക്ക് നമ്മൾ അറിയാതെ മാറിപ്പോകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും നമ്മെ മുന്നറിയിപ്പ് നൽകുന്നുണ്ടല്ലോ. നാളെ മഹ്ശറ ലോകത്തെ ഒരു രംഗം ഖുർആൻ പറയുന്നുണ്ട്. ഒരു സുഹൃത്ത് പറഞ്ഞത് കേട്ടുകൊണ്ട് ആ സുഹൃത്തിന്റെ പിന്നാലെ സഞ്ചരിച്ചു. എടോ, ജീവിതം ചെറുതല്ലേ, എന്തിനാ നീ ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കുന്നത്? അതാ ചോദ്യം. ഒരിറ്റി മദ്യപിച്ചത് കൊണ്ട് എന്ത് സംഭവിക്കാനാണ്? ആകാശം പൊളിഞ്ഞു വീഴുമോ? ഒരു നേരം നിസ്കരിച്ചില്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ ഒരിറ്റി MDMA ഉപയോഗിച്ച് നോക്കിയാൽ എന്താണ് ഇവിടെ? ആകാശം പൊളിഞ്ഞു വീഴുമോ? എന്താ ഒന്ന് പ്രേമിച്ചാൽ സംഭവിക്കുക? അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇന്ന വിഭജിച്ചാൽ എന്താ സംഭവിക്കുക? ഒരു നുണ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അവനിങ്ങനെ ടെംപ്റ്റേഷൻ കൊടുത്തിട്ട്, അവന് മുന്നോട്ട് പോകാനുള്ള ഊർജം കൊടുത്തിട്ട് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ നമ്മൾ തകർന്നു പോവുകയാണ്. ഞാൻ പഠിപ്പിക്കുന്ന മക്കളോട് ചോദിക്കാറുണ്ട്, പെൺകുട്ടികളോടൊക്കെ, നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ ഫ്രണ്ട് പ്രേമിച്ചിട്ട് അവളുടെ കാമുകം കൊടുത്താൽ ഒറ്റ നിമിഷം മതി ചെറുപ്പക്കാരാ. ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ടെന്ത്, സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞിട്ടെന്ത്, ചെറിയ പ്രായമാണെന്ന് പറഞ്ഞിട്ടെന്ത്, എത്രയെത്ര ചെറുപ്പക്കാരാ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വാർത്ത കേൾക്കുമ്പോ നമ്മൾ നടുങ്ങാണ്. എന്തു പറയണമെന്നറിയാതെ തരിച്ചു പോവുകയാണ്. ഇന്നലെ വൈകുന്നേരം അങ്ങാടിയിൽ വെച്ച് കണ്ടവൻ, 10 മിനിറ്റ് മുമ്പ് സംസാരിച്ചവൻ ഇതാ മരിച്ചു പോയിരിക്കുന്നുവെന്ന വാർത്തയാണ് കേൾക്കുന്നത്. വല്ലാതെ ചെറുപ്പക്കാരുടെ മരണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതാണ്. അയ്യദ്ഹറ മൗതുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണങ്ങൾ വ്യാപകമാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലതും പറയുന്നുണ്ട്, കോവിഡ് വാക്സിൻ കൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എത്ര ചെറുപ്പക്കാർ മരിക്കുന്നത്? പെട്ടെന്നുള്ള മരണം ലോകത്ത് വ്യാപകമാകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനും നിങ്ങളും ഇന്നത്തെ രാത്രി പോയി കിടന്നുറങ്ങുമോ? ഉറങ്ങിയാൽ തന്നെ എഴുന്നേൽക്കുമോ? ആലോചിച്ച് നോക്കണം. ഇന്നത്തെ രാത്രി നമ്മൾ നേരം വെളുപ്പിക്കുമോ? ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ഒരു പാർട്സിനും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെവരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ചെറുപ്പക്കാരുടെ മയ്യത്തിനാ നമ്മൾ കൂടിയത്, ജനാസക്കാ കൂടിയത്. ചെറുപ്പക്കാരൻ അവന്റെ വല്യാപ്പ 10 വർഷമായി സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. മൂപ്പർ ഇപ്പോഴും ആ കിടത്തത്തിൽ തന്നെയാണ്, മൂപ്പര് മരിച്ചിട്ടില്ല. ഒരു രോഗവുമില്ലാത്ത എത്ര ചെറുപ്പക്കാരാണ്, ആരോഗ്യമുള്ളവരാണ് ഒരു നിമിഷം കൊണ്ട് മരിച്ചു പോകുന്നത്. വലിയ രോഗങ്ങൾ വന്ന് ഇപ്പം മരിക്കും നാളെ മരിക്കുമെന്ന് പറഞ്ഞിട്ട് എത്ര പേരാണ് കൊല്ലങ്ങൾ ജീവിച്ചു പോയത്. നമ്മുടെ തീരുമാനങ്ങളല്ല, ഇതൊന്നും നമ്മുടെ കയ്യിൽ കിടക്കുന്ന കാര്യമല്ല. ഹൃദയത്തിന്റെ കൗണ്ട് തരുന്ന, ബ്ലഡ് പ്രഷറിന്റെ അളവ് തരുന്ന, അതുപോലെ തന്നെ എപ്പോഴും ബ്ലഡിലെ എന്തൊക്കെയോ ഏതൊക്കെയോ ഷുഗറിന്റെ അളവ് തരുന്ന എല്ലാ സംവിധാനങ്ങളും തരുന്ന ഏറ്റവും മുന്തിയ ഐഫോണോ ആൻഡ്രോയിഡ് വാച്ചോ, ആൻഡ്രോയിഡ് ഫോണോ ഐ വാച്ചോ കയ്യിൽ കിട്ടിയത് കൊണ്ടോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ സംവിധാനിച്ചത് കൊണ്ടോ മരണത്തെ തോൽപ്പിക്കാൻ സാധ്യമല്ല. കള്ളു കുടിച്ച് മരിക്കുന്നവരിൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സിനിമ കണ്ടുകൊണ്ട് മരണപ്പെടുന്നവരില്ലേ, തിന്മയുടെ ഭാഗവാക്കായി മരണപ്പെടുന്നവരില്ലേ, പാട്ടുപാടിക്കൊണ്ടിരിക്കെ പാട്ടുപാടി പിടഞ്ഞു വീണ് മരിക്കുന്ന രംഗം കണ്ടിട്ടില്ലേ? കല്യാണപ്പുരയിൽ തലേ ദിവസമുള്ള ഡാൻസിൽ പങ്കെടുക്കുമ്പോ, ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ മരണപ്പെട്ട് വീഴുന്നവരുടെ വീഡിയോ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഏത് സമയത്തും ലോകത്ത് മനുഷ്യന്റെ ജീവന് യാതൊരു സെക്യൂരിറ്റിയുമില്ല. നമ്മൾ കണ്ടിരുന്ന, നമ്മെ സ്നേഹിച്ചിരുന്ന, നമ്മുടെ എല്ലാമെല്ലാമായ എത്ര ചെറുപ്പക്കാരാ മരണപ്പെട്ടു പോയത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കഫാ ബിൽ മൗതി വാഇളാ. എന്തിനാ നമ്മൾ 2 മണിക്കൂർ വഅ്ള് കേൾക്കുന്നത്? എന്തിനാ 3 മണിക്കൂർ വഅ്ള് കേൾക്കുന്നത്? ഒരു മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ? നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരന്റെ, ഇന്നലെയുള്ള ചെറുപ്പക്കാരന്റെ മരണത്തെക്കുറിച്ച് ആലോചിച്ചാൽ പോരെ? ഏത് രാത്രിയിലാണ്, എപ്പോഴാ? ഞാൻ എന്നും ഓർക്കുന്ന ഒരു രംഗമാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ കരിഞ്ചോലയിലെ ദുരന്തം. മറന്നോ? നമ്മൾ മറന്നോ? ആ ദുരന്തം കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം ഇവിടെ വന്നിരുന്നു. എന്തോ ഒരു വേദനയാ. നമ്മെപ്പോലെ ജീവിച്ച മനുഷ്യരാ. കഴിഞ്ഞ വർഷമല്ലേ തുർക്കിയിൽ ഭൂകമ്പമുണ്ടായത്? എത്ര മനുഷ്യരാ തകർന്നു പോയത്, ജീവിതം തകർന്നത്. ഒരു ഗസയാവാൻ, ഒരു തുർക്കിയാവാൻ, ഒരു കരിഞ്ചോലയാവാൻ ഒരു നിമിഷം വേണ്ട ചെറുപ്പക്കാരാ. ഇതൊന്നും നമുക്ക് പിടുത്തം കിട്ടുന്ന കാര്യമല്ല, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് വഴിതെറ്റി പോകുമ്പോ കൂട്ടുകാരനെ കുറ്റം പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ. അന്ന് ലോകത്ത് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ച മനുഷ്യരുണ്ടല്ലോ, ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന് വിരല് കടിക്കുന്ന ദിവസമാ. അവനെന്താ വിളിച്ചു പറയാ എന്നറിയുമോ? യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. പടച്ചോനെ, ഞാൻ ഇന്നാലിന്നവനെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നുവെങ്കിൽ. അവന്റെ കൂട്ടുചേർന്നപ്പോഴാണല്ലോ, അവളുടെ കൂട്ടുചേർന്നപ്പോഴാണല്ലോ പടച്ചോനെ ഞാൻ തകർന്നത്. അന്നാണല്ലോ ഞാൻ കള്ളു കുടിക്കാൻ തുടങ്ങിയത്, അന്നാണല്ലോ ഞാൻ വ്യഭിചരിക്കാൻ തുടങ്ങിയത്, അന്നാണല്ലോ നിസ്കാരം തമാശയായത്, അന്നാണല്ലോ ലിബറലിസത്തിലേക്ക് ഞാൻ കടന്നുപോയത്, അന്നാണല്ലോ ഞാൻ പ്രണയത്തിൽ അകപ്പെട്ടത്. യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. പടച്ചോനെ,
പറഞ്ഞാൽ ഇന്നവനെ ഞാൻ സുഹൃത്താക്കിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവിടെ വെച്ച് പൊട്ടിക്കരയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സൗഹൃദങ്ങളെ സൂക്ഷിക്കണം, നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണം, മാതാപിതാക്കളെ സൂക്ഷിക്കണം. അതുപോലെ നമ്മൾ അങ്ങാടിയിലാണ് 24 മണിക്കൂറും. അങ്ങാടി ആവശ്യത്തിനുള്ളതാണ്, ആവശ്യങ്ങൾക്കുള്ളതാണ്. അഹബ്ബുൽ മസാജിദി ഇലല്ലാഹി മസാജിദുഹാ വ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അല്ലാഹുക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതെന്നറിയുമോ? അത് പള്ളിയാണ്. പള്ളിയിൽ പാരില്ല, പള്ളിയിലൊന്നും പാരില്ല അല്ലേ? കോവിഡോട് കൂടെ ഒക്കെ അവസാനിച്ചു, എല്ലാം അവസാനിച്ച മട്ടാണ്. ഇപ്പൊ ജുമാക്ക് പോകാത്ര മനുഷ്യന്മാരുടെ വിചാരിച്ചു കോവിഡിന് ജുമാ ഒരു വിഷയമില്ലാതായി. ജുമാ സമയത്ത് ഷോപ്പുകൾ, അടുത്തൊരു കച്ചവടക്കാരൻ എനിക്കൊരു എഴുത്തോണ്ട് വന്നു. എന്താ പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ പള്ളിക്കലും മറ്റൊക്കെ പ്രസംഗിക്കും പറയണം, വല്ലാതൊരു വിഷമമുണ്ട്. അങ്ങാടി കൂടെ നടക്കുമ്പോൾ കോവിഡിന്റെ മുമ്പൊക്കെ എല്ലാവരും ഷോപ്പൊക്കെ പൂട്ടി ജുമാക്ക് ഓടുമായിരുന്നു. ഇപ്പൊ എന്താ ഫുള്ള് ഷോപ്പും തുറന്നു വെച്ചുകൊണ്ട് ഈ കച്ചവടക്കാർ ഞാൻ ഷോപ്പ് കൂട്ടാൻ വേണ്ടി പറയില്ല അല്ലേ? പക്ഷെ അതാണ് അത് ഒരു ഉദാഹരണം പറയാണ്. അപ്പൊ അത് ആ കാര്യങ്ങളൊന്ന് പറയണം. ജുമാക്കും കൂടി ആൾക്കാർ പോകാത്ത സാഹചര്യം വന്നിട്ടുണ്ട് കോവിഡോടുകൂടി. എല്ലാ നാട്ടിലെയും എല്ലാ ദീനീ സദസ്സുകളും അവസാനിച്ചു. നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, പടച്ചോനെ എന്നാണ് ഈ അള്ളാഹ് എന്ന് പറയാൻ ലോകത്ത് ആളില്ലാത്തൊരവസ്ഥ എന്നാ വരിക? കുറച്ചു കാലം വരെ അത്ഭുതം, പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നുണ്ട്. അത് അടുത്ത കാലത്ത് തന്നെ, അല്ലാതെ കാലൊന്നും വേണ്ടില്ല, അടുത്ത് അങ്ങോട്ടല്ലേ പോകുന്നത്? ഒന്നും പറയാൻ വയ്യല്ലോ, ഒന്നും പറയാൻ വയ്യല്ലോ. സദാചാര ഗുണ്ട, ദീൻ പറഞ്ഞ സദാചാര ഗുണ്ട. വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ പറ്റില്ല, തലമുറക്ക് നല്ലത് പറഞ്ഞുകൊടുക്കാൻ പറ്റൂല, മക്കളെ പോലും നന്മയുടെ വഴിയിൽ സഞ്ചരിപ്പിക്കാൻ കഴിയില്ല. അധ്യാപകന്മാർക്ക് ശിഷ്യന്മാരെ നന്നാക്കാൻ വയ്യ, ഉസ്താദുമാർക്ക് വിദ്യാർത്ഥികളെ നന്നാക്കാൻ വയ്യ, ഒന്നും വയ്യ. ഒക്കെ പ്രശ്നമാണ്, ഒക്കെ പ്രയാസങ്ങളാണ്, ഒക്കെ ബുദ്ധിമുട്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങാടികൾ അല്ലാഹുവിന് ദുനിയാവിൽ ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാർ പേടിക്കണ്ട, കച്ചവടം ഉന്നതമായ തൊഴിലാണ്, അത് ഏറ്റവും നല്ല കസ്ബാണ്, ഏറ്റവും നല്ല ഹലാലായ കസ്ബാണ്. അത്താജിറുൽ അമീൻ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, സത്യസന്ധനായ കച്ചവടക്കാരൻ. കൗണ്ടർ വരും അങ്ങാടിയിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ഇപ്പൊ കച്ചവടക്കാർ ഇപ്പൊ കൗണ്ടർ വരും, അതാണ് കാലം. ഫുള്ള് കൗണ്ടറാ, എല്ലാത്തിനും കൗണ്ടർ അടിക്കുന്ന കാലം, എല്ലാത്തിനും കൗണ്ടർ ചോദ്യങ്ങളും എല്ലാം. യാതൊരു അദബും പിന്നെ അനുസരണ എന്ന് പറയുന്നത് ഈ സമുദായത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് എടുത്തു പോയിക്കൊണ്ടിരിക്കുന്ന കാലം. നല്ല കച്ചവടക്കാരൻ നാളെ ശുഹദാക്കളോട് കൂടെയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കച്ചവടക്കാർക്ക് ബറക്കത്ത് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാർക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കുമാറാവട്ടെ. പല തന്മകളും തിന്മകളുടെയും കേളി ഭൂമികയാകുന്നത് ശൈത്താൻ അവന്റെ പതാക നാട്ടുന്ന സ്ഥലമാണ് അങ്ങാടികളെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സംഘാടകന്മാര് ബക്കറ്റ് വരുന്നുണ്ട്, ബേജാറാണ്ട. നല്ല സംഖ്യ, ഒരിക്കലും കിലുങ്ങാത്ത അത്യാവശ്യം നല്ലൊരു സംഖ്യ എല്ലാവരും ഇട്ടുകൊടുക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വലിയ ലക്ഷ്യങ്ങളുണ്ട്, നമുക്കറിയാലോ. നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ്, നമ്മുടെ വലിയ സ്വപ്നം പോലെ നമ്മൾ ഉണ്ടാക്കിയ പള്ളി, അല്ലാഹു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെയൊക്കെ നിയ്യത്ത് നന്നാക്കി തരുമാറാവട്ടെ. ഈ നാടിന്റെ മുഖച്ഛായ തന്നെ മാറി. ഈ പള്ളിന് വാങ്ങുന്നപ്പോ ഇപ്പൊ പണ്ട് ഇതിലൂടെ പള്ളി നന്നാകുന്നതിന് മുമ്പ് MMR കൂടെ പാസ് ചെയ്ത ഒരാൾ ഇതിലെ പാസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ തിരിയില്ല, ഇത് MMR ആണോ തിരിയില്ല. ഇതിന് മാത്രം ഈ നാടിന്റെ തന്നെ മുഖച്ഛായ മാറ്റിയ ഒരു ബിൽഡിംഗ് ആയി നമ്മുടെ പള്ളി. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അത് പെയിന്റ് അടിക്കണം. ഇപ്പൊ കുറെ കൊല്ലം, എത്ര കൊല്ലായി? 7 കൊല്ലമൊക്കെ പോണ സ്പീഡ്. 7 കൊല്ലമായത്. നമ്മളൊക്കെ എത്ര, നമ്മുടെ വീടിനൊക്കെ എത്ര നമ്മൾ പെയിന്റിങ് ഡ്യൂറേഷൻ കൊടുക്കുക? 4-5 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് മാറ്റണം തോന്നും. നമ്മളെങ്ങനെയെങ്കിലും കടം കളിയാക്കിയിട്ട് നമ്മൾ പെയിന്റ് ചെയ്യും. 2 ലക്ഷം റുപ്യാണ്. വേറെയും കുറച്ച് പണികളുണ്ട്. 2.5 ലക്ഷം റുപ്യോളം ഇവരുടെ മനസ്സിൽ ഉണ്ട്. അത് വിഷയമല്ല. ഈ പള്ളി ഉണ്ടാക്കി നിങ്ങൾക്ക് അല്ലെ ആന വാങ്ങിയോണ്ട് തൂട്ടി വാങ്ങാൻ കഴിയില്ലെന്ന് ചോദിച്ചാൽ മതി. ഈ പള്ളി ഉണ്ടാക്കി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പെയിന്റ് അടിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ
പള്ളി ഉഷാറാക്കണം, നല്ല അടിപൊളി പെയിന്റ് ഒക്കെ അടിച്ചിട്ട് എല്ലാം നൽകും. അതേപോലെ AC വെക്കണം ഒക്കെ പൂതിൻ്റെ AC എല്ലായിടത്തും ആയി അല്ലേ. ഇവിടെ അത്ര AC-ന്റെ ആവശ്യമില്ല, എല്ലായിടത്തും ആയി. പക്ഷെ ഇവിടെ ആയിട്ടുണ്ട് ഉണ്ടോ? അതുകൊണ്ടായിരിക്കാനും കുറച്ച് വൈകിയത്. AC വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷേ AC ആവശ്യമാണ് അല്ലേ. ഇപ്പൊ വീടുകളിൽ നമ്മൾ കിടന്നുറങ്ങുന്ന AC എല്ലാ സൗകര്യവും. പള്ളിക്കൽ മാത്രം ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാനൊന്നും പുതിയ തലമുറനെ കിട്ടൂല. അല്ലെങ്കിലും നിസ്കരിക്കാൻ വരുന്ന, ഇബാദത്ത് ചെയ്യാൻ വരുന്ന, ഖുർആൻ ഓതാൻ വരുന്ന, റമദാൻ മാസമല്ലേ വരാൻ പോകുന്നത്, ഖുർആൻ ഓതാൻ വരുന്ന, നിസ്കരിക്കാൻ വരുന്ന, ദിക്റെല്ലാം വരുന്ന മനുഷ്യന്മാർക്ക് നല്ല തണുപ്പ് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തൗഫീഖാണ്. AC കഴിയുന്ന ആൾക്കാർ, ഒരു AC ഒക്കെ കൊടുക്കാൻ കഴിയുന്ന ആൾക്കാർ പിന്നെ ആ AC സ്പോൺസർ ചെയ്തിട്ടും മറ്റൊക്കെ ഇതിന്റെ ഭാഗവാക്കാണ്. അത് പറഞ്ഞ ആൾക്കാർ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്കത് പൂർത്തിയാകുന്ന ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ അതൊക്കെ പള്ളി അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, അവിടെ നന്മകളുടെ കേന്ദ്രം. എന്നാൽ അങ്ങാടിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ഒരു ഉപദേശം. എന്താ ഉപദേശം എന്നറിയോ? അങ്ങാടിയിലേക്ക് ആദ്യമായി പോകുന്നവൻ നീയാവരുത്, അങ്ങാടിയിലേക്ക് ആദ്യമായി പോകുന്നവൻ നീയാവരുത്, അങ്ങാടിയിൽ നിന്ന് അവസാനമായി തിരിച്ചു വരുന്നവനും നീയാവരുത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? അവിടെ ഒരുപാട് ഫിത്നകൾ ഉണ്ടാകും. ഗൈബത്തിന്റെ കേന്ദ്രമാണ്, നാട്ടിലെ കുഴപ്പങ്ങളുടെ കേന്ദ്രമാണ്, വായ്നോട്ടത്തിന്റെ കേന്ദ്രമാണ്, എല്ലാ തിന്മകളുടെയും കേന്ദ്രം. അവിടുന്നാണ് ഈ കൈമാറ്റങ്ങളൊക്കെ നടക്കുന്നത്. മാഷാ അല്ലാഹ്. ഒരു പ്രവാസി സഹോദരൻ ഒരു AC, അല്ലാഹുവേ ആ പ്രവാസിയിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ പള്ളിക്ക് വേണ്ടി കൂലി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ AC ഇല്ലാത്ത, വെളിച്ചമില്ലാത്ത, ഒരു കാറ്റിന്റെ ഇയ പോലും കടന്നു ചെല്ലാത്ത, സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലാത്ത 6 അടി മണ്ണിലേക്ക് പോകാനുള്ളവരല്ലേ അല്ലാഹുവേ. ഈ ചെറുപ്പക്കാരനും കുടുംബത്തിനും നീ ഖബറിൽ സുഖ സൗകര്യങ്ങൾ നിറച്ചു കൊടുക്കണേ അല്ലാഹ്. ആ പ്രവാസിയുടെ പ്രവാസത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, തൊഴിലിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഇന്നത്തെ വാഴ് കഴിയുമ്പോൾ AC ഫുള്ളാവണം, അതേപോലെ പെയിന്റിംഗ് ഫുള്ളാണ്. നാളത്തെ പരിപാടി നമുക്ക് ബോണസ് ആവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ വിചാരിച്ചാൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ വിചാരിച്ചെന്നപ്പോഴാണോ ഈ പള്ളി ഉണ്ടാക്കി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പള്ളി മദ്രസ ഒക്കെ ഉണ്ടാക്കി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാം അല്ലേ. ഈ പ്രദേശം അങ്ങനത്തെ ഒരു പ്രദേശമാണ്. ഗ്രാജുവലി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്ന് ഉഷാറായി. നിങ്ങൾ പുറത്തുള്ള എല്ലാവരെ പോലെയൊക്കെ ആയി. പഴയ മാലത്തെ കഷ്ടപ്പാടും അതൊക്കെ കഴിഞ്ഞു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിങ്ങളുടെ മുന്നമനത്തിന്റെ അടയാളമായി നിങ്ങൾ കാലത്തിന്റെ നെറ്റിയിൽ ചാർത്തി വെച്ചതാണ് ഈ സുന്ദരമായ മസ്ജിദ്. അല്ലാഹു തആല നമ്മെ ഉയർത്തിരുമാറാവട്ടെ. നമ്മുടെ വീടുകളിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ മഹല്ലത്തിൽ ഓരോ അംഗത്തിനും അല്ലാഹു തആല ബർക്കത്തുള്ള വീട് കൊടുക്കട്ടെ, ബർക്കത്തുള്ള ജോലി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ കൊടുത്തയച്ചാൽ എഴുതിക്കൊണ്ട് വാഴതിൻ്റെ അടിയിൽ തന്നെ ഇത് വലിയൊരു ഉഷാറാണ് അല്ലെ. വാഴ് ബ്രേക്ക് ചെയ്യും, അതുകൊണ്ട് കുഴപ്പമില്ല, അത് വലിയൊരു ഉഷാറാണ്. അൽഹംദുലില്ലാ. AC അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ അങ്ങാടിയിൽ നിന്നാണ് ഈ തിന്മകളൊക്കെ ഉണ്ടാകുന്നത്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സിദ്ദീഖ് വിളക്കത്തിൽ 10,000 രൂപ പള്ളിയുടെ പെയിന്റിങ്ങിലേക്ക്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. മൻ ബനാ ലില്ലാഹി മസ്ജിദാ ബനല്ലാഹു ലഹു ബൈതുൻ ഫിൽ ജന്ന. അല്ലാഹുവിന് വേണ്ടി പള്ളി നിർമ്മിച്ച ആള്, പള്ളിക്ക് വേണ്ടി സേവനം ചെയ്യുന്ന മനുഷ്യന്മാർ, അല്ലാഹുവേ പള്ളിയുടെ നിർമ്മാണത്തിൽ, അതിന്റെ പുനരുദ്ധാരണത്തിൽ ഭാഗവാക്കാകുന്ന ഓരോ മനുഷ്യനും നീ സ്വർഗ്ഗത്തിലെ കൊട്ടാരങ്ങൾ നൽകണേ അല്ലാഹ്. ഈ സിദ്ദീഖ് വിളക്കത്തിൽ എന്ന് പറയുന്ന ഈ പ്രവാസി, അല്ലാഹുവേ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ഐശ്വര്യം നൽകണേ അല്ലാഹ്, ഔന്നത്യം നൽകണേ അല്ലാഹ്, കുടുംബത്തെ ഉയർത്തണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉമ്മമാരെ, ഈ കാര്യത്തിൽ പ്രത്യേകമുള്ള ശ്രദ്ധയുണ്ടാവണം. ഓരോ നിമിഷവും നമ്മൾ എങ്ങനെ കഴിഞ്ഞു പോകുന്നുവെന്ന്. തിന്മകൾ, പെൺകുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കണം. പഴയ കാലം പോലൊന്നുമില്ല. നമ്മൾ പെൺകുട്ടികൾ പഴയ കാലത്തെ അല്ലേ തള്ളവിരൽ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ആ യുഗമൊക്കെ കഴിഞ്ഞുപോയി. അതൊക്കെ പഴയ കവിതകളിലേ കാണാൻ കിട്ടുള്ളൂ. അങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ആരുടാന്ന് ചോദിച്ചാല് ഞാനിടാന്ന് 10 വട്ടം പറയുന്ന ബോൾഡായ എന്തിനും പോകുന്ന പെൺകുട്ടികളാണ്.
ആ ഉയർച്ചയുടെ കൂടെ നമ്മുടെ ഹയാ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഹയാ ലജ്ജ എന്നുള്ളത് ഈമാനിന്റെ ഒരു ഭാഗമാണ്, ഈമാനിന്റെ ശാഖയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ത്യ രാജ്യത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയത് മെക്കാളെ പ്രഭുവാണ്. മെക്കാളെ പ്രഭു കൊൽക്കത്തയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് നമ്മൾ ആൾക്കാർ ഇംഗ്ലീഷ് മുടക്കി എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടല്ല, ഇംഗ്ലീഷ് ഭാഷ പഠിക്കണമെന്നുകൊണ്ടല്ല, അതിന്റെ ഈ മെക്കാള പ്രഭുവിന്റെ പ്രസംഗവും അവിടുത്തെ ബ്രിട്ടീഷുകാരുള്ള വെറുപ്പുകൊണ്ടാണ്. നമ്മളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചവരാണ്, ഒക്കെ പഠിക്കുന്നവരാണ്. മുസ്ലിമീങ്ങളുടെ പേരിൽ ഞാനും അങ്ങനത്തെ ഒരു ആരോപണം കൊണ്ടുവരണ്ട. നിങ്ങൾ 10 PhD കാരുണ്ടെങ്കിൽ ഇവിടെ 150 PhD ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ പണ്ടായിരുന്നു. വിദ്യാഭ്യാസം ഞങ്ങൾക്കൊക്കെ വേണ്ട പോലെ ഉണ്ട്. എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. ഇന്നൊരു PG എങ്കിലും ഇല്ലാത്തൊരു ചെറുപ്പക്കാരനും ഈ ഉമ്മത്തിലില്ല. എമ്മെങ്കിലും ഇല്ലാത്ത ചെറുപ്പക്കാരില്ല. അതാണ് അതൊക്കെ പണ്ട്. ആ ഒരു നഖം ഏറ്റവും കൊണ്ട് വരേണ്ട ഇസ്ലാമിന്റെ നേരെ, മുസ്ലിമീങ്ങളുടെ നേരെ. വിദ്യാഭ്യാസപരമായിട്ട് മുസ്ലിമീങ്ങൾ ഒരുപാട് ഉയർന്നിട്ടുണ്ട്. ഉയരുകയും വേണം. വിദ്യാഭ്യാസം, ഇൽമ്, അറിവ് മുസ്ലിമിന്റെ കളഞ്ഞുപോയ സ്വത്താണ്. ലോകത്തൊരു മതം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എവിടെ ചെന്നാലും കളഞ്ഞുപോയ സ്വത്തിന് എന്താ പ്രത്യേകത? കളഞ്ഞുപോയ സ്വത്തിന് എന്താ പ്രത്യേകത? കളഞ്ഞുപോയ സ്വത്ത് പറഞ്ഞാൽ എപ്പോഴും വിജിലന്റ് ആയിരിക്കും. ഒരാളെ കയ്യിൽ നിന്ന് ഒരു മാല പോയി വെച്ചാൽ എവിടെ നടക്കുമ്പോഴും ആ മാല എവിടെയുള്ളത് നോക്കി എപ്പോഴും വിജിലന്റായി, എപ്പോഴും കണ്ണു തുറന്ന് എപ്പോഴും അതിലിങ്ങനെ ശ്രദ്ധിച്ച് നടക്കുക. കിട്ടിയ ഉടനെ അതെടുക്കും. അതാണ് ഇൽമ്. അങ്ങനെ പഠിപ്പിച്ചൊരു മതേ ഉള്ളൂ ലോകത്ത് ഇസ്ലാം. ഇഖ്റ എന്ന് പറഞ്ഞ ലോകത്ത് അവതരിച്ച ഒരേ ഒരു ഗ്രന്ഥമേ ഉള്ളൂ, അത് വിശുദ്ധ ഖുർആൻ. ഇസ്ലാമിന്റെ വക്താക്കളോട്, ഖുർആനിന്റെ വക്താക്കളോട്, ലോകത്ത് മുഴുവൻ ഇരുട്ടിൽ നിന്ന് മോചിപ്പിച്ച വെളിച്ചത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വക്താക്കളോട് അറിവിനെ കുറിച്ച് പ്രസംഗിക്കാൻ ലോകത്തൊരാൾക്കും അവകാശമില്ല, അർഹതയില്ല. മെക്കാളോ പ്രഭു അന്ന് പ്രസംഗിച്ച പ്രസംഗമാണ് ഇന്ത്യൻ ശരീരവും ബ്രിട്ടീഷ് മനസ്സുമുള്ള ഒരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അന്ന് മെക്കാളോ പ്രഭു അതിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് വിജയിച്ച മട്ടാണ്. ഇന്ന് വിജയിച്ച മട്ടാണ്. വിദ്യാഭ്യാസം എത്രയാകാം, അതിന്റെ പേരിൽ ലജ്ജ ഊരി മാറ്റാൻ കഴിയില്ല. ലജ്ജാണിനും പെണ്ണിനും നിർബന്ധമാണ്. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ ഈമാനിന്റെ ഭാഗമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ, അല്ലാഹു തആല ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹു ആദ്യമായി നൽകുന്നത് എന്തെന്നറിയുമോ? നുസിഅ മിൻഹുൽ ഹയാ. അവൻ അല്ലാഹു തആല ലജ്ജയെ ഊരിക്കളയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് ലജ്ജ നഷ്ടപ്പെട്ടിട്ടുണ്ടോ മനസ്സിലാക്കണം, ഓനെ നാശം എടുത്തിട്ടുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇത് വ്യക്തികളിൽ മാത്രമല്ല, സമുദായത്തിൽ മൊത്തം ലജ്ജയില്ലാത്ത സാഹചര്യം വന്നിരിക്കുന്നു. ഉമ്മാനോടും ബാപ്പാനോടും ഒരു മടിയിലല്ല പ്രണയത്തെ കുറിച്ച് പറയാൻ. പണ്ട് കല്യാണം പറഞ്ഞപ്പോ കല്യാണം കഴിക്കുന്ന കാര്യം അവിടെ സംസാരിക്കുന്ന കേട്ടിട്ട് അകത്തേക്ക് ഓടിപ്പോയവളാണ്, അല്ലേ? കാലുകൊണ്ട് ചിത്രം വരച്ചവളാണ് എന്ന് വാപ്പാനോട് ചെന്നങ്ങോട്ട് പറയാണ്, വാപ്പ ഞാൻ ഇന്നവനെ കണ്ടുവച്ചിട്ടുണ്ട്, എനിക്ക് കെട്ടിച്ചേരണം, അല്ലെങ്കിൽ ഞാൻ ചാടിപ്പോകും. എനിക്ക് എത്ര അനുഭവമുണ്ട്. എന്റെ മക്കൾ പറഞ്ഞതല്ല, മഹലിലെ പെൺകുട്ടികളൊക്കെ പറഞ്ഞത്. ഉസ്താദിനെ വിളിച്ചിട്ട് പറയാണ്, എനിക്ക് പ്രേമുണ്ട്, ബാപ്പ സമ്മതിക്കുന്നില്ല, ഇതിന് വഴി ഉണ്ടാക്കി തരണമെന്ന് ഹത്തീബിനെ വിളിച്ച് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. നമ്മളെ മുസ്ലിം പെൺകുട്ടികൾ അവരെത്ര ബോൾഡാ. പള്ളിയിലേക്ക് വന്നിട്ട് പറയാണ്, ഉസ്താദ് എനിക്ക് പ്രണയമുണ്ട്, പ്രേമമുണ്ട്, ഇന്നവൻ ഇഷ്ടമാണ്, എന്റെ വാപ്പയും ഉമ്മയും നടത്തി തരാൻ തയ്യാറില്ല, അതുകൊണ്ട് ഞങ്ങൾ ഹറാമ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരണം. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. നമ്മുടെ പെൺകുട്ടികളിൽ നിന്ന് ഹയാ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നുവെന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അന്ത്യ കാലഘട്ടമാകുമ്പോഴേക്ക് ലോകത്ത് വ്യഭിചാരം വ്യാപിക്കുമെന്ന്, വ്യഭിചാരം ഹലാലാക്കപ്പെടുമെന്ന്, അത് ഹലാല് പോലെ കരുതപ്പെടുമെന്ന്, അതിനുവേണ്ടി പേനയുന്നുവെന്ന്, അതിനുവേണ്ടി പ്രസംഗിക്കുമെന്ന്, അതിനുവേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിറക്കുമെന്ന്, അതിനുവേണ്ടി ഒരുപാട് സംഘടനകൾ
ആരംഭിക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യസ്തഹില്ലൂന സിനാ, വ്യഭിചാരം ഹലാലാക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നോട്ടം പ്രശ്നമല്ല, ഇന്ന് സംസാരം പ്രശ്നമല്ല, ഇന്ന് സ്പർശനം പ്രശ്നമല്ല, ഇന്ന് കൂടെ താമസിക്കുന്നത് പോലും പ്രശ്നമല്ലാത്ത വിധം വല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രവാസികൾ, ഒരു സഹോദരൻ 5000 രൂപ പെയിന്റിങ്ങിലേക്ക്, VP കുഞ്ഞു മുഹമ്മദ് 3000 രൂപ, ഫാരിം സഫ്വാൻ കെട്ടി 3500 രൂപ, ഒരു സഹോദരൻ 1000 രൂപ, റബീഉ കിളയിൽ 5000 രൂപ. അല്ലാഹുവേ അല്ലാഹുവേ, ഈ പേര് വിളിച്ചിരിക്കുന്ന ഈ പേര് പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരെയും നിനക്കറിയാമല്ലോ അല്ലാഹ്. പ്രവാസികളാണ്, മരുഭൂമിയുടെ നടുവിൽ ജീവിതം ഹോമിക്കുന്നവരാ. അല്ലാഹുവേ, കുടുംബത്തിന് കരക്കയറ്റാൻ, മക്കളെ പഠിപ്പിക്കാൻ, ഇളയതിങ്ങളെയും ഉമ്മമാരെയും ഒക്കെ നോക്കാൻ, വീട് നിർമ്മിക്കാൻ, അല്ലാഹുവേ അതിനു വേണ്ടിയൊക്കെ ജീവിതം തന്നെ മറന്നുകൊണ്ട് അല്ലാഹുവേ മണലാരണ്യത്തിൽ പണിയെടുക്കുന്ന മനുഷ്യരാണ്. ഓരോ നാണയവും അത്രമേൽ വിലപിടിപ്പുള്ളതാണ്. ആ സാധുക്കളിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാഹ്, പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്. ഉമ്മർ നെല്ലിക്കാമ്പലത്ത് ഒരു ബക്കറ്റ് പെയിന്റ്, 20 ലിറ്റർ പെയിന്റ് അല്ലാഹുവേ സ്വീകരിക്കണേ. ഒരു അമുസ്ലിം പ്രവാസി സഹോദരൻ 2500 രൂപ പള്ളിയുടെ പെയിന്റിങ്ങിലേക്ക്. അല്ലാഹുവേ, ഉമ്മർ നെല്ലിക്കാമ്പലത്ത് ആ സഹോദരന് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, നീ ഖബർ ജീവിതം എളുപ്പമാക്കണേ അല്ലാഹ്, കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അതുപോലെ ഒരു മുസ്ലിം സഹോദരൻ പ്രവാസിയാണ്, 2500 രൂപ പള്ളിയുടെ പെയിന്റിങ്ങിലേക്ക്. റബ്ബേ, ആ സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ റബ്ബേ, ആയുരാരോഗ്യം നൽകണേ അല്ലാഹ്, കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എന്തെങ്കിലും പ്രത്യേകമായ ലക്ഷ്യമുണ്ടെങ്കിൽ അല്ലാഹുവേ, ദുഃഖങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നീ എല്ലാത്തിനും പരിഹാരമുണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്. നാടിന്റെ സൗന്ദര്യമാണ് അല്ലാഹു തആല, നമ്മുടെ നാടിന്റെ സമാധാനവും ഈ സൗന്ദര്യമൊക്കെ അല്ലാഹു തആല അന്ത്യനാൾ വരെ നിർത്തിത്തരുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വ്യഭിചാരം ഹലാലാവുക എന്ന് പറഞ്ഞാൽ ഇത് തമാശയുള്ള വർത്താനല്ല, നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, 2-3 ദിവസം എന്നോട് പറഞ്ഞാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു അന്യനായ പുറത്തുനിന്ന് വരുന്ന ഒരാളും ഒരിക്കലും കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണേണ്ടി വന്നു, പഠിപ്പിക്കുന്ന ഗുരു തന്നെ കാണേണ്ടി വന്ന സാഹചര്യം. 8ാം ക്ലാസ്സിലെ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ വിചാരിക്കുന്നത് ആ പ്രായത്തിൽ പോലും പ്രണയങ്ങളിലേക്ക് കടന്നു പോവാണ്. ആ അവസ്ഥയിൽ പോലും മക്കൾ ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോവാണ്. പണ്ടത്തെ പോലെയല്ല, മിണ്ടുന്നതിനോ പറയുന്നതിനോ. ഒരു സഹോദരി ഒരു കേക്ക്, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സഹോദരൻ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദുആ ചെയ്യാൻ പറഞ്ഞു, അല്ലാഹു തആല ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ചെറിയ മക്കൾ പോലും ഇസ്ലാം എത്രമേൽ ഭീകരമായി പരിചയപ്പെടുത്തിയ തെറ്റാണ് ഈ തെറ്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ ചിലരുടെയൊക്കെ വാക്കുകൾ കേട്ടാൽ, അല്ലെങ്കിൽ ഇടപെടലുകൾ കണ്ടാൽ, അവരുടെ നോട്ടങ്ങൾ കണ്ടാൽ, സംസാരങ്ങൾ കണ്ടാൽ തോന്നിപ്പോകുമല്ലോ ഇത് ഇസ്ലാമിന് കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന്. ഇസ്ലാമിനൊരു കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന് തോന്നുന്നു.
ലോകത്തെ വാർത്തകൾ കേട്ടാൽ, ചിലരുടെ ഇടപെടലുകൾ കേട്ടാൽ ഇസ്ലാം എത്രമേൽ ഭീകരമായിട്ടാണ് ഈ ഉമ്മത്ത് തകരാൻ, നമ്മൾ സാമ്പത്തികമായി തകരാൻ, സാംസ്കാരികമായി തകരാൻ ഒന്നിനും മറ്റൊരു വഴിയും ആവശ്യമില്ല. വ്യഭിചാരം വർദ്ധിച്ചാൽ ദാരിദ്ര്യം വർദ്ധിക്കുമല്ലോ, മനസ്സമാധാനം അസ്തമിച്ചു പോകുമല്ലോ, ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തിരിച്ചെടുക്കുമല്ലോ, പൗരത്വം പോലും അല്ലാഹു ചോദ്യം ചെയ്യുമല്ലോ. വെറുതെയല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ്? ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം. നബിയേ, നിങ്ങൾ മുഅ്മിനീങ്ങളോട് പറയുക, അവരവരുടെ കണ്ണുകൾ പൂട്ടിക്കൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആണുങ്ങൾ നടക്കുമ്പോ തല താത്തിയെ നടക്കാവൂ, അന്യ പെണ്ണിനെ നോക്കരുതെന്ന് പറഞ്ഞു. ഇസ്ലാം. എത്ര ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഫേസ്ബുക്കിലൂടെ ഒക്കെ, അന്യ മതസ്ഥർ ചോദിക്കാറുണ്ട്, ഇതിനൊന്നും നിങ്ങൾ ഇസ്ലാമിൽ യാതൊരു കുഴപ്പമില്ലേ? അന്യ പെണ്ണിനെ കണ്ടാൽ, സ്വന്തം മതത്തിലെ പെണ്ണുണ്ടല്ലേ അന്യ മതത്തിലെ പെണ്ണിനെ, ഇസ്ലാമിന്റെ പേരിലാണ്, ഈ ഇസ്ലാമിന്റെ പേരിൽ ലൗ ജിഹാദ് എന്ന് പറഞ്ഞു. ഈ ഇസ്ലാമിന്റെ പേരില് ഒരു അന്യ പെണ്ണെ കണ്ട തല താതി നടക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ പേരിലാണ് ലൗ ജിഹാദ്. എങ്ങനെ രണ്ടും കൂടി ഒക്കുക? ലൗ ജിഹാദ് രണ്ടും കൂടി എങ്ങനെ ഒക്കുക? രണ്ടും രണ്ട് ധ്രുവങ്ങളാണ്. ജിഹാദ് അത്യുന്നതമായ ഒരു സംജ്ഞയാണ്. നർക്കോട്ടിക് ജിഹാദ്, നഊദു ബില്ലാഹ്, അത്യുന്നതമായ ദീനിലെ അത്യുന്നതമായ ഒരു സംജ്ഞയാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. ഖുർആൻ കൊണ്ട് ജിഹാദ് നടത്താനാണ് ഉത്തരവ്. ഖുർആൻ കൊണ്ട് ജിഹാദ് നടത്താനാണ് ഉത്തരവ്. യുദ്ധം കഴിഞ്ഞ് ജയിച്ചു വരുന്ന സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ജിഹാദുൽ അസ്ഗറിൽ നിന്ന് ജിഹാദുൽ അക്ബറിലേക്ക് മടങ്ങി വന്നിരിക്കുന്നുവെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്യന്റെ തലവെട്ടലല്ല ജിഹാദ്. പാവപ്പെട്ട മനുഷ്യനെ, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ, മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ വന്ന മനുഷ്യനെ, ട്രെയിനിൽ തന്റെ ജോലി സ്ഥലത്തേക്ക് യാത്ര പോകുന്ന മനുഷ്യനെ ബോംബ് വെച്ച് തകർക്കുന്നതല്ല ജിഹാദ്. മൻ ഖതല നഫ്സൻ, അല്ലാഹു തആല പറഞ്ഞത് എങ്ങനെയാണ്? ഒരു മനുഷ്യനെ അനാവശ്യമായി, അകാരണമായി, ഹഖില്ലാതെ, നിയമവശത്തിലൂടെയല്ലാതെ കൊന്നുകളഞ്ഞാൽ എന്താണ് അവനെ വരിക്കാൻ പോകുന്നത്, ലഭിക്കാൻ പോകുന്നത്? വകഅന്നമാ ഖതലന്നാസ ജമീആ. ലോകത്ത് ആദം സന്തതികളെ മുഴുവനും, മനുഷ്യപുത്രനെ മുഴുവനും കൊന്നതിന് തുല്യമായ അത്രമേൽ വലിയ പാതകം ചെയ്തവനാണ് അവനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു മനുഷ്യനെ കൊന്നാൽ, ഈ മതം പഠിപ്പിച്ചതാണ്, ഒരു മനുഷ്യൻ അകാരണമായി ഹക്കില്ലാതെ കൊന്നാൽ, ഹക്കില്ലാതെ ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ഈ ലോകത്ത് ആദം നബി മുതലുള്ള അവസാനത്തെ മനുഷ്യനെ വരെ കൊന്നവനെ പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഇതൊക്കെയാണ് ജിഹാദ്. ഇതല്ല ജിഹാദ്. ലവും ജിഹാദും കൂടി ഒരുമിച്ച് കൂടില്ല. അന്യ പെണ്ണിനെ നോക്കാൻ പാടില്ല. കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം. മുഅ്മിനീങ്ങളോട് കണ്ണുകൂട്ടാൻ പറയാ. മറ്റൊരു സ്ഥലത്ത് കുല്ലിൽ മുഅ്മിനാത്തി യഗുല്ലൂന മിൻ അബ്സാരിഹിന്ന. സ്ത്രീകളോടും പറയ നബിയെ, അവരും കണ്ണു പൂട്ടിക്കൊള്ളട്ടെ, തല താഴ്ത്തി നടക്കാൻ പറഞ്ഞു. അന്യ പെണ്ണിനെ നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഹലാലായിക്കൊണ്ടിരിക്കുക, വ്യഭിചാരം ഹലാലായിക്കൊണ്ടിരിക്കുകയാണ്, തെറ്റുകൾ ഹലാലാവുകയാണ്. ആണും പെണ്ണും കൂടിക്കലരൽ ശക്തമായ ഹറാമാണ്. അതെവിടെയാണെങ്കിലും, അത് കല്യാണപ്പുറയിലാവട്ടെ, സൽക്കാരപ്പുറയിലാവട്ടെ, അതിന് വാഴുന്ന സദസ്സാവട്ടെ, അത് സിയാറത്തിന്റെ കേന്ദ്രമാവട്ടെ, എവിടെയായാലും ആണും പെണ്ണും കൂടിക്കലരാൻ പറ്റൂല. കല്യാണപ്പുറയിൽ പണ്ട് മറണ്ടായിരുന്നു നമുക്ക്, ആണിനും പെണ്ണിനും വ്യത്യസ്ത ഡൈനിങ് ഏരിയ ആയിരുന്നു. അപ്പൊ പറഞ്ഞാൽ അന്തം കെട്ട മൂല്യരെ അത് മുണ്ടാതിരിക്കുകയായിരുന്നു. അനുഭവം ഉണ്ട്. അന്തം കെട്ട മൂല്യരെ മുണ്ടാതിരിക്കുകയായിരുന്നു. ഒക്കെ എല്ലാ ബാരിയറുകളും. അല്ലാഹുവിന്റെ ചില മതിലുകളുണ്ട്, അള്ളാന്റെ ചില മതിലുകളുണ്ട്, ചില അതിർവരമ്പുകളുണ്ട്. അല്ലാഹു തആല പലയിടത്തും ഭീഷണിപ്പെടുത്തിയതാണ്. അള്ളാന്റെ മതിലുകൾ ആരെങ്കിലും ഭേദിച്ചു കളഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ഹദ്ദുകളെ, അല്ലാഹു കണക്കാക്കിയ ഹദ്ദുകൾ ആരെങ്കിലും ഭേദിച്ചു കളഞ്ഞാൽ അവർ കുറ്റവാളിയാണ്, അവർ അല്ലാഹുവിനെ വെല്ലുവിളിച്ചവരാണ്. ഉലൈക ഹുമുൽ ആദൂൻ.
ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അവർ അള്ളാഹനെ വെല്ലുവിളിച്ചവരാണെന്ന് പറയുന്നുണ്ട്. മറ നീക്കല് അള്ളാന്റെ നിയമത്തെ വെല്ലുവിളിക്കലാണ്. ആണും പെണ്ണും തമ്മിലൊരു മറയുണ്ട്. ഇസ്ലാമിന്റെ ഫണ്ടമെന്റലായ കാര്യമാണത്. ആരില്ലെന്ന് പറഞ്ഞാലും സമ്മതിക്കാൻ കഴിയില്ലല്ലോ. കടുത്ത ഹറാമല്ലേ. കുതിബ അലാ ബനി ആദം ഹല്ലുഹു മിനസ് സിനാ. ആദം സന്തതികളുടെ മേൽ അവരുടെ വ്യഭിചാരത്തിന്റെ ഹദ്ദുകൾ അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ ഭാഗം, അവരുടെ വ്യഭിചാരത്തിന്റെ വിഹിതം രേഖപ്പെടുത്തപ്പെടുന്നതാണ്. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. കാതിന്റെ വ്യഭിചാരം കേൾക്കലാണ്. കൈയിന്റെ വ്യഭിചാരം സ്പർശനമാണ്. കാലിന്റെ വ്യഭിചാരം തന്നെ കാമുകിയുടെ തന്നെ കാമുകന്റെ അടുത്തേക്കുള്ള നടത്തമാണ്. മനസ്സിന്റെ വ്യഭിചാരം തനിക്കർഹിക്കപ്പെടാത്തവരെ തനിക്കർഹിക്കാത്തവളെ മോഹിക്കലാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര കർശനമാണ് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിൽ ഇസ്ലാം. ഇത്രമേൽ കർശനത്തോടുകൂടെയാണ് നിയമം നടപ്പാക്കിയിരിക്കുന്നത്. വ്യഭിചാരമാണ്. നോട്ടം പോലും വ്യഭിചാരമാണ്. സംസാരം വ്യഭിചാരമാണ്. സംസാരം കേൾക്കൽ വ്യഭിചാരമാണ്. പൊന്നുമോളെ രാത്രിയിൽ വീട്ടുകാർ മുഴുവൻ കിടന്നുറങ്ങുമ്പോ നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പിലാവട്ടെ, ഇൻസ്റ്റഗ്രാമിലാവട്ടെ, മെസ്സഞ്ചറിലൂടെയാവട്ടെ, ഏതെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാവട്ടെ, നീ നിന്റെ കാമുകിയോട് ചൊല്ലുമ്പോ അത് നാവ് കൊണ്ടാവട്ടെ, നിന്റെ വിരൽ തുമ്പ് കൊണ്ടാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? പച്ച വ്യഭിചാരമല്ലേ, പച്ചയായ വ്യഭിചാരമല്ലേ? തെറ്റല്ലേ പൊന്നുമോനെ ചെയ്യുന്നത്? പൊന്നുമോളെ ചെയ്യുന്നത് തെറ്റല്ലേ? നിന്റെ ഉമ്മ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പ എത്ര സ്വപ്നങ്ങളോടെയാണ് നിന്നെ പോറ്റി വളർത്തുന്നതെന്നറിയുമോ? നീ ഒരുത്തന്റെ കൈ പിടിച്ച് ഇറങ്ങിപ്പോകുന്ന ദിനമുണ്ടല്ലോ, ആ ദിനത്തിന് വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയല്ലേ? നീ ആ പാവപ്പെട്ട മനുഷ്യന്റെ രാജകുമാരിയല്ലേ? പൊന്നുമോനെ, നിനക്ക് വേണ്ടിയല്ലേ നിന്റെ ഉപ്പ മണലാരണ്യത്തിൽ ജീവിതം ഹോമിച്ചത്? പൊന്നുമോനെ, നിനക്ക് വേണ്ടിയല്ലേ ഉപ്പ വെയിൽ മുഴുവൻ കൊണ്ടത്? നിന്റെ പൊന്നുമോളെ, നിനക്ക് വേണ്ടിയല്ലേ നിന്റെ ഉപ്പ ജീവൻ മരണ പോരാട്ടം നടത്തിയത്? അവരെ വഞ്ചിക്കുന്നോ പൊന്നുമോളെ? അവരെ വഞ്ചിക്കുന്നോ പൊന്നുമോനെ? ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്വപ്നമല്ലേ? ഒരു തലമുറയുടെ ദാതാവല്ലേ? അവൾ ഉമ്മയല്ലേ? ഒരു തലമുറയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവേണ്ടവരല്ലേ? മക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവേണ്ട പെൺകിടാവല്ലേ? ഉമ്മയാവേണ്ടവളല്ലേ? ഈ സമൂഹത്തിന് ഉന്നതമായ മൂല്യങ്ങൾ പകർന്നു നൽകേണ്ട ഒന്നാമത്തെ യൂണിവേഴ്സിറ്റിയല്ലേ? ഞാനും നിങ്ങളും ഭാഷ പറയാൻ പഠിച്ചത്, ഞാനും നിങ്ങളും കരയാൻ പഠിച്ചത്, ഞാനും നിങ്ങളും ചിരിക്കാൻ പഠിച്ചത്, നമ്മുടെ ഇമോഷനുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വൈകാരിക വിക്ഷോഭങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കാൻ പഠിച്ചത് ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാല് കുടിച്ചപ്പോ നമ്മൾ ദാഹം മാറ്റുക മാത്രമായിരുന്നില്ല, നമുക്ക് പോഷണം കിട്ടുക മാത്രമായിരുന്നില്ല. അവിടെയാണ് നമ്മുടെ ഭാഷ വികസിച്ചത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കാനും ചിരിക്കാനും കരയാനും പഠിച്ചത്. അവൾ ഉമ്മയല്ലേ? ചെറുപ്പക്കാരാ, ഓ പ്രിയപ്പെട്ട പെൺകുടി, നീ പ്രണയത്തിന്റെ ലോകത്തു കൂടെ കടന്നുപോയി, പ്രണയത്തിലൂടെ കടന്നുപോയി, നീ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് കരുതിയാൽ തന്നെ മോളെ, പൊന്നുമോനെ, നിന്റെ കുടുംബ ജീവിതം ആരംഭിച്ചത് എങ്ങനെയാണ്? മാനബത മിനൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ. അല്ലാഹു ഹലാലാക്കിയ മാർഗമുണ്ടല്ലോ, അല്ലാഹു ഹലാലാക്കിയ മാർഗമുണ്ടല്ലോ, ആ മാർഗമല്ലാത്ത മറ്റേത് മാർഗമാവട്ടെ, എന്തെല്ലാം മാർഗത്തിലൂടെ ആവട്ടെ, നിങ്ങൾ ജീവിതത്തിലേക്ക് ഒന്നിച്ചു പോയാൽ മാനബത മിനൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ.
നിന്റെ ദാമ്പത്യം നരകത്തിലേക്ക് പോകാറുള്ളതല്ലേ? ആ മക്കളെ രാജ്യത്തിന് നല്ല പൗരന്മാരാക്കാൻ കഴിയുമോ? ഹറാമിൽ നിന്നുണ്ടായ പൊന്നുമക്കളല്ലേ, അവരെ ലോകത്തിന് നന്നാക്കാൻ കഴിയുമോ? ഏത് ഉസ്താദ് പഠിപ്പിച്ചാലാണ് അവർ ധാർമ്മിക വഴിയിലൂടെ കടന്നു പോവുക? അവർക്ക് ഏത് ഖുർആനിനെയാണ് വഹിക്കാൻ കഴിയുക? അവർക്ക് ഏത് ഈമാനിന്റെ വക്താക്കളാവാനാ കഴിയുക? പൊന്നുമോനെ പൊന്നുമോളെ, ഇത് തമാശയല്ല. പ്രണയങ്ങൾ തമാശയല്ല, അത് ജീവിതം കൊണ്ടുള്ള കളിയാണ്. അത് അല്ലാഹുവിന്റെ ദീൻ കൊണ്ടുള്ള കളിയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞുവല്ലോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, മുഅ്മിനീങ്ങളുടെ അടയാളങ്ങൾ ഖുർആൻ പറയുന്നുണ്ടല്ലോ. വിശുദ്ധരായ മുഅ്മിനീങ്ങൾക്കുണ്ടാകേണ്ട അടയാളങ്ങൾ. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഇതിൽ പെട്ടവനെ മുഅ്മിനാവാൻ കഴിയൂ, അവരെ സ്വർഗ്ഗം നേടാൻ കഴിയൂ. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭക്തിയുള്ളവർ, നിസ്കരിക്കുന്നവരാണ്. ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നവരാവണം. 5 നേരം നിസ്കരിക്കുന്നവരാവണം ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുന്നവരാവണം. അനാവശ്യമായ ഒരു നോട്ടം, അനാവശ്യമായ ഒരു ഇടപെടൽ, അനാവശ്യമായ ഒരു ചിരി, അനാവശ്യമായ ഒരു വാക്ക് ഒന്നും വെറുതെയല്ല. വമാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, എല്ലാം രേഖപ്പെടുത്തപ്പെടാനുള്ളതാണ്. നിന്റെ സമയം വെറുതെ കൊല്ലാനുള്ളതല്ല. ചെറുപ്പക്കാരാ, എന്തിനും കഴിയുന്ന ഈ സമയമുണ്ടല്ലോ, അത് ഫേസ്ബുക്കിൽ ഉരുകിത്തീരേണ്ടതല്ല, അത് യൂട്യൂബിൽ ഉരുകിത്തീരേണ്ടതല്ല. അത് നന്മയുടെ വഴിത്താരയിലൂടെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോവേണ്ടതാണ്. അത് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ളതാണ്, അത് ഇബാദത്ത് വർദ്ധിപ്പിക്കാനുള്ളതാണ്, അത് സമൂഹത്തിന് താങ്ങാവാനുള്ളതാണ്, അത് അടിച്ചമർത്തപ്പെടുത്തവന്റെ ഉദ്ധാനത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. യൗവനമെന്നാൽ തീക്ഷ്ണമായിരിക്കണം, അതെവിടെയെങ്കിലും മൂലയിൽ ഒതുങ്ങാനുള്ളതല്ല. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സകാത്ത് കൊടുക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്. അവരുടെ അല്ലാഹു നൽകിയ സമ്പത്തിന് അവർ നൽകേണ്ടതായ എല്ലാ വിധത്തിലുമുള്ള ഹക്കുകളും കടമകളും വീട്ടേണ്ടവരാണ്. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ലൈംഗിക വിശുദ്ധിയുള്ളവരാണ്. സ്വന്തം ഭാര്യമാർ, സ്വന്തം ഉടമയിലുള്ള ആളുകൾ അല്ലാത്തവരുടെ നേരെ ലൈംഗികമായ ചുവയോടെ സംസാരിക്കരുത്, ലൈംഗികമായ ചുവയോടെ നോക്കരുത്, ലൈംഗികമായ ചുവയോടെ അവർ ആസ്വദിക്കരുത്. അങ്ങനെ ചെയ്താൽ അല്ലാഹു തആല കണക്കാക്കിയ, അല്ലാഹു തആല ഹലാലാക്കിയ മാർഗത്തിലൂടെയല്ലാതെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ലൈംഗികമായ മോഹം നീ ശമിപ്പിച്ചാൽ നിന്റെ ഇണയിലൂടെയല്ലാതെ, അത് പ്രണയത്തിലൂടെയാവട്ടെ, അല്ലെങ്കിൽ അശ്ലീലമായ വീഡിയോകളിലൂടെയാവട്ടെ, അത് ചാറ്റിങ്ങിലൂടെയാവട്ടെ, എന്തെല്ലാം ലോകമാണ്, ലോകമാണ്, എന്തെല്ലാം തരത്തിലുള്ള തിന്മകളാണ്. ലൂത്ത് നബിയുടെ സമുദായത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള തിന്മകൾ നടമാടുകയാ. ലൈംഗിക വൈകൃതങ്ങളുടെ ലോകമാ, വല്ലാത്ത വൈകൃതങ്ങളുടെ ലോകമാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഉലൈക ഹുമുൽ ആദൂൻ, അവർ അല്ലാഹുവിനെ വെല്ലുവിളിച്ചവരാണ്, വിശുദ്ധ ദീനിനെ വെല്ലുവിളിച്ചവരാ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു തആല കാക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നമ്മുടെ ജീവിതം, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ രക്തം, നമ്മുടെ ഓരോ ശ്വാസവും ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ 5 നേരവും റബ്ബിന്റെ മുമ്പിൽ പറയുന്നവരാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരവും, വനുസുകി, എന്റെ പ്രവർത്തനങ്ങളും,
എന്റെ ജീവിതവും എന്റെ മരണവും വമഹയായ വമമാതി എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണ്. പടച്ച റബ്ബിന് കൊടുക്കാനുള്ളതല്ലാത്ത അള്ളാന്റെ മാർഗത്തിലല്ലാത്ത ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഈ സുന്ദരമായ സമയം നമുക്ക് സ്വർഗം വാങ്ങാനുള്ള സമയമാണ്. പ്രായമായി ഒന്ന് സുജൂദ് ചെയ്യാൻ പോലും ആവാത്ത കാലത്ത്, സമ്പത്തിന് മോഹമില്ലാത്ത കാലത്ത്, സമ്പത്ത് ആവശ്യമില്ലാത്ത കാലത്ത്, അന്നത്തെ ആ കാലഘട്ടത്തിലേക്ക് മാറ്റിവെച്ചത് കൊണ്ട് നമുക്ക് എന്ത് ലഭിക്കാനാണ്? ഈ ചെറുപ്പക്കാലം ഒരിക്കൽ കഴിഞ്ഞു പോയാൽ തിരിച്ചു വരില്ലല്ലോ. ലോകത്ത് തിരിച്ചു കിട്ടാത്ത ഒരേ ഒരു സമ്പത്താണല്ലോ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയവും എന്നുള്ളത്. فيهما كثير من الناس الصحة والفراغ. രണ്ട് മഹാ അനുഗ്രഹങ്ങൾ, അധികം ആളുകളും ആ അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാണ്. അസ്സിഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവു സമയവും. അതുണ്ടാകുമ്പോ വില അറിയില്ല അല്ലേ? വലിയ ഫുട്ബോൾ ഭ്രാന്തനാണ്, ഇങ്ങനെ കാത്തുക, ഓരോ കളിയും കാത്തുക. ഉദാഹരണം പറയാം, അല്ലെങ്കിൽ വലിയ സീരിയൽ ഭ്രാന്തിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയ യൂട്യൂബ് ചാനലിന്റെ അഡിക്റ്റ് ആണ്. അതിങ്ങനെ അടുത്തടുത്ത എപ്പിസോഡ് ഇങ്ങനെ കാത്തിരിക്കുക, അതിനിങ്ങനെ കാത്തിരിക്കുക. അങ്ങനെയാണ് ഏതോ ഒരു ദിവസം ഒരു തലവേദന ഉണ്ടാകുന്നത്. ഒരു തലവേദന ഉണ്ടാവുകയാണ്. നാട്ടിലെ ഡോക്ടറെ കാണിച്ചു, ആദ്യം ഗുളികൾക്ക് വാങ്ങി കഴിച്ചു, മാറ്റില്ല. നാട്ടിലെ ഡോക്ടറെ കാണിച്ചു, ഗുളിക 3 ദിവസം കഴിക്കാൻ പറഞ്ഞു, മാറ്റില്ല. വീണ്ടും ചെന്നു, ഒരു 5 ദിവസത്തേക്ക് കൂടെ ഗുളിക കൊടുത്തു, മാറ്റില്ല. പിന്നെയും ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു, തലന്റെ ആളെ കാണണം, ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പേരെടുത്തൊരു ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റിനെ ബുക്ക് ചെയ്തു. അയാളെ കാണിച്ചു. അയാൾ പറഞ്ഞു, ഒരു സ്കാനിങ് എടുക്കണം, MRI എടുക്കണം, അല്ലെങ്കിൽ ഒരു CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മൂഡ് മാറി. ആ ഇരുത്തത്തിൽ പിന്നെ നമുക്ക് സീരിയലില്ല, ഫുട്ബോളില്ല. ആ ഇരുത്തത്തിൽ നമ്മൾ കാണാറുള്ള, സ്ഥിരം കാണാറുള്ള ചാനലുകളില്ല. നമ്മുടെ മനസ്സിൽ പിന്നെ ഒരേ ഒരു ചിന്തയാ, നാവില് ദിക്റാണ്, ഖുർആനാണ്. റബ്ബേ, MRI സ്കാനിങ് വരുമ്പോ, റിസൾട്ട് വരുമ്പോ അപകടമൊന്നും വരുത്തല്ല അല്ലാ. പ്രിയപ്പെട്ടവർക്ക് വിളിച്ചു പറയാ, ഡോക്ടർക്ക് എന്തോ ഒരു സംശയം പറഞ്ഞിട്ടുണ്ട്, സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ ദ്വാർക്കണേ, എനിക്ക് അമാരകമായ അസുഖമില്ലാതിരിക്കാൻ വേണ്ടി ദ്വാർക്കണേ. അങ്ങനെ ചെന്ന് MRI സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ വിളിച്ചിട്ട് പറയുന്നു, പൊന്നു മോനെ, പൊന്നു മോളെ, നിന്റെ തലച്ചോറിന്റെ ഒരു ഭാഗത്തൊരു ട്യൂമർ വളർന്നു വരുന്നുണ്ട്, അതാണ് നിന്റെ കാരണമെന്ന് പറഞ്ഞാൽ തീർന്നുപോയില്ലേ? നിന്റെ പ്രണയം അവിടെ അവസാനിച്ചില്ലേ? നിന്റെ പോക്രിത്തരങ്ങൾ അവിടെ അവസാനിച്ചില്ലേ? നിന്റെ ജ്വരങ്ങൾ അവിടെ തീർന്നുപോയില്ലേ? അന്ന് നീ ജീവിതത്തിൽ ആദ്യമായി തഹജ്ജുദ് നിസ്കരിക്കുമല്ലോ. അന്ന് റബ്ബിന്റെ മുന്നിലിരുന്നു കൊണ്ട് നീ പൊട്ടിക്കരയുമല്ലോ. പടച്ച റബ്ബേ, എന്റെ മക്കളെ യതീം മക്കളാക്കരുതേ. പടച്ചോനെ, എനിക്ക് ആയുസ് തരണേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനാണ് എന്ന് പറഞ്ഞൊന്ന് കരയുമല്ലോ. ഒന്നണങ്ങിയാൽ ദേഷ്യം പിടിക്കുന്ന നിനക്ക് പിന്നെ ദേഷ്യമില്ലല്ലോ. ആരോടും നീ വളരെ സൗമ്യമായി പെരുമാറുമല്ലോ. നിന്റെ വമ്പത്തരങ്ങളൊന്നുമില്ലല്ലോ, നിന്റെ അഹങ്കാരമില്ലല്ലോ, നിന്റെ ഭീഷണി സ്വരങ്ങൾ അവസാനിച്ചുവല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയാ, നിഅമതാനി മഖ്ബൂലും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. നമുക്കൊരു തോന്നലുണ്ട്, ഇതൊക്കെ എന്നും ഇങ്ങനെ ഉണ്ടാകുന്നൊരു തോന്നലുണ്ട്. ഈ കയ്യും കാലും കണ്ണും കാതുമൊക്കെ ഈ ചൊറുക്കോടെ, ഈ ശക്തിയോടെ എന്നും ഉണ്ടാകുമെന്നൊരു തോന്നലുണ്ട്. ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. ഈ ഒരു ഒഴിവിന്റെ അവസ്ഥ എപ്പോഴുണ്ടാകുമെന്ന് നമുക്കൊരു തോന്നലുണ്ട്. വെറുതെയാണ് ആ തോന്നൽ, വെറുതെയാ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, ജീവിതമാണ്, ശ്രദ്ധിക്കണം. നമ്മൾ കുറെ പരസ്യത്തിന്റെ ബോർഡൊക്കെ കാണാറുണ്ട്. ഞാൻ ഇങ്ങനെ പോകുമ്പോൾ കണ്ട പരസ്യമാണ്, പക്ഷെ ഞാൻ കണ്ട ഒരു നല്ല ഒരു ചൊറുക്കുള്ള പരസ്യവാചകമാണ്. വേറെന്തോ സാധനം. ജീവിതത്തിൽ റീടേക്കുകളില്ല. ശരിയാ, ജീവിതത്തിൽ റീടേക്ക് ഇല്ല. എന്തിനോ പരസ്യമാണ്, എനിക്കറിയില്ല. ജീവിതത്തിൽ റീടേക്ക് ഇല്ല. ഇനി ഒരിക്കൽ ജീവിക്കാൻ നമുക്ക് കഴിയില്ല. ഈ ജീവിതം
ഈ വയസ്സ് തീർന്നു പോയ വയസ്സ് പോയതല്ല. ഇനി 25ാമത്തെ വയസ്സ് തിരിച്ചുകൊണ്ടിട്ട് നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നന്നാക്കാൻ നഷ്ടപ്പെട്ടു പോയത് തൗബയിലൂടെ തിരിച്ചു പിടിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവസാനിപ്പിക്കുകയാണ്. ഒരു സഹോദരൻ 5000 രൂപ മരണപ്പെട്ട പിതാവിന്റെ പരലോകത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ പിതാവിന്റെ ഹദ്റത്തിലേക്ക് അതിന്റെ മിസ്ല സവാബ് എത്തിക്കണേ അല്ലാഹ്. KT മുഹമ്മദ് ഹാജി 1500 രൂപ പ്രത്യേകം ദുആ ചെയ്യാൻ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാഹ്, ആയുരാരോഗ്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. PK ഹുസൈൻ 2000 രൂപ. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനേ, എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും നിറവേറ്റണേ അല്ലാഹ്. മിസ്ല സവാബ് മരണപ്പെട്ടവരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. വള്ളിക്കുന്ന ഉമ്മർ പ്രത്യേകം ദുആ ചെയ്യുക 2000 രൂപ. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനേ, ഖബൂലാക്കണേ അല്ലാഹ്, എന്ത് ഉദ്ദേശമുണ്ടെങ്കിലും നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. സഹോദരൻ 2000 രൂപ മകളുടെ സുഖപ്രസവത്തിന് വേണ്ടിയും മാതാപിതാക്കളുടെ പരലോകത്തിന് വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുവേ സ്വീകരിക്കണേ, കൊടുക്കണേ അല്ലാഹ്. ഒരു പ്രവാസി ആദിൽ അമീൻ 2500 രൂപ ദുആ ചെയ്യാൻ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, എന്ത് ഉദ്ദേശങ്ങളുണ്ടെങ്കിലും നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്, ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാഹ്. സുജാഹി പി പ്രവാസി 5000 രൂപ ജോലിയിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടി അല്ലാഹുവേ 5000 രൂപ നീ ഖബൂലാക്കണേ അല്ലാഹ്. ആ ചെറുപ്പക്കാരൻ സുജാഹ് എന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ പഠിച്ചവനെ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ഒരു ശുജായി ആക്കണേ അല്ലാഹ്, എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണേ അല്ലാഹ്, തൊഴിലിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ട മാതാപിതാക്കളുടെ ആണ്ട് ദിവസമാണ് 500 രൂപ ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യാൻ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, അതിന്റെ മിസ്ല സവാബ് മാതാപിതാക്കളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, അവിടെ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. മാതാപിതാക്കളുടെ പരലോകത്തിന് വേണ്ടി ദുആ ചെയ്യാൻ സഹോദരി 1000 സ്വീകരിക്കണേ അല്ലാഹ്, മിസ്ല സവാബ് മാതാപിതാക്കളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കളുടെയും ഭർത്താവിന്റെയും പരലോകത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 1000 രൂപ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, അതിന്റെ മിസ്ല സവാബ് പ്രിയപ്പെട്ട ഭർത്താവിന്റെ മാതാപിതാക്കളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹുവേ ആ സഹോദരിയുടെ ഭർത്താവിന്റെയും മാതാപിതാക്കളുടെയും ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. രോഗശമനത്തിനും മാതാപിതാക്കളുടെ പരലോകത്തിനു വേണ്ടി 1100 രൂപ സഹോദരി നീ ഖബൂലാക്കണേ അല്ലാഹ്, മിസ്ല സവാബ് മാതാപിതാക്കളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്, ആ സഹോദരിയുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ഒരു സഹോദരി ഒരു അപ്പം ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, എന്ത് ഉദ്ദേശമുണ്ടെങ്കിലും നിറവേറ്റണേ അല്ലാഹ്. മറ്റൊരു സഹോദരി കോഴിമുട്ട 19 ഉണ്ടെന്ന് ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ, ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഒരു കുപ്പി സംസം ഒരു സഹോദരി അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനേ, ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ഒരു സഹോദരി ഭർത്താവിന്റെ മാതാപിതാക്കളുടെയും ജ്യേഷ്ഠന്റെയും പരലോകത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഭർത്തൃമാതാവിന്റെയും ഭർത്തൃപിതാവിന്റെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്, അവരുടെ ജ്യേഷ്ഠന്റെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്മായിമാക്കും അമ്മോശങ്ങൾക്കും വേണ്ടി ദ്വാരക്കാരാണ് ഇജാതി മരക്കളെ കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല സഹോദരിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. ഒരു സഹോദരി 500 രൂപയും 5 കോഴിമുട്ടയും മാതാപിതാക്കളുടെ പരലോകത്തിന് ദുആ ചെയ്യാൻ അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനേ, അതിന്റെ മിസ്ല സവാബ് മാതാപിതാക്കളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, അവിടെ ഖബർ ജീവിതം സന്തോഷമാക്കണേ അല്ലാഹ്. ഹജ്ജ് ഉദ്ദേശപൂർത്തീകരണത്തിന് ദുആ ചെയ്യാൻ 500 രൂപ സഹോദരി മാതാപിതാക്കൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹുവേ ഖബൂലാക്കണേ അല്ലാഹ്, മാതാപിതാക്കൾക്ക് ഹജ്ജും ഉംറയും ചെയ്ത് സന്തോഷത്തോടെ മടങ്ങി പോരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. 5 കോഴിമുട്ട
ഉദ്ദേശ പൂർത്തീകരണം ഭർത്താവിന്റെ പരലോകത്തിനും വേണ്ടി അല്ലാഹുവേ കബൂലാക്കണേ റഹ്മാനെ. ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിന്റെ ഭർത്താവിന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഒരു സഹോദരി 500 രൂപ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഒരു കുപ്പി പാല് ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ. ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. ഒരു സഹോദരി 500 രൂപ രോഗശമനത്തിന് വേണ്ടി അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. മാതാപിതാക്കളുടെ പരലോകത്തിന് വേണ്ടി 250 രൂപ നീ സ്വീകരിക്കണേ റഹ്മാനെ. മറ്റൊരാൾ PC അഹമ്മദ് കുട്ടി 250 രൂപ മാതാപിതാക്കളുടെ പരലോകത്തിന് വേണ്ടി അല്ലാഹുവേ അതിന്റെ ഒക്കെ മിസ്ര സവാബ് മാതാപിതാക്കളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഒരു സഹോദരി 500 രൂപയും ഒരു കുപ്പി സർബത്തും മാതാപിതാക്കളുടെ പരലോകത്തിന് വേണ്ടി നീ സ്വീകരിക്കണേ റഹ്മാനെ. കബൂലാക്കണേ അല്ലാഹ്. മിസ്ര സവാബ് മാതാപിതാക്കളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റസാഖ് മഗായി 100 രൂപ പ്രത്യേകം ദുആ ചെയ്യ അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്. ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരു സഹോദരൻ 500 രൂപ ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. എന്ത് ലക്ഷ്യങ്ങളുണ്ടെങ്കിലും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരു സഹോദരൻ കുപ്പി തേന് മാതാപിതാക്കളുടെ പരലോകത്തിന് വേണ്ടി സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണേ അല്ലാഹ്. മാതാപിതാക്കളുടെ പരലോകം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഒരു സഹോദരൻ ഹോർലിക്സ് ഒരു കുപ്പി തേന് പ്രത്യേകം ദുആ ചെയ്യ അല്ലാഹുവേ കബൂലാക്കണേ റഹ്മാനെ. അതിന്റെ അല്ലാഹുവേ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ റഹ്മാനെ. ഒരപ്പം ഒരു സഹോദരി അല്ലാഹുവേ കബൂലാക്കണേ റഹ്മാനെ. അതിന്റെ മിസ്ര സവാബ് അല്ലാഹുവേ മരണപ്പെട്ടവരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഒരു കുപ്പി തേന് ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ, കബൂൽ ചെയ്യണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഒരു സഹോദരൻ ഒരു നാടൻ പൂവൻകോഴി അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ. എന്ത് ലക്ഷ്യങ്ങളുണ്ടെങ്കിലും പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. മറ്റൊരു സഹോദരി 19 കോഴിമുട്ട നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. സംസം ഒരു കുപ്പി ഒരു സഹോദരൻ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലാഹുവേ കബൂൽ ചെയ്യണേ റഹ്മാനെ. അതിന്റെ ഒക്കെ മിസ്ര സവാബ് അവരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഒരു സഹോദരൻ പള്ളിയിലേക്കുള്ള മുഴുവൻ മാറ്റും 2 ലക്ഷത്തോളം രൂപ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ സമ്മാനങ്ങൾ നൽകണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന് ഉന്നതമായ കൊട്ടാരങ്ങൾ പണിതു കൊടുക്കണേ അല്ലാഹ്. ബറക്കത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാഹ്.